പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രധാനപ്പെട്ട പ്രഭാഷണം അഥവാ അറഫയിൽ നടത്തിയ ഹജ്ജത്തുൽ വിദായിൽ നടത്തിയ പ്രഭാഷണം നമ്മളെപ്പോഴും ഇസ്ലാമികമായിട്ട് ഉദ്ധരിക്കാറുള്ള പ്രഭാഷണമാണ്, ഒരുപാട് വിശദീകരിക്കാനുള്ള പ്രഭാഷണമാണ്. അപ്പം ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് ആ പ്രഭാഷണത്തിൻ്റെ വളരെ നല്ലൊരു ആശയ വിവരണമാണ് ബൈ ബഹുമാന്യ പണ്ഡിതനായിട്ടുള്ള സി രവീന്ദ്രൻ സാറാണ്. രവീന്ദ്രൻ സാറിൻ്റെ അറഫ പ്രഭാഷണ പരിഭാഷത്തിലേക്ക് നമുക്ക് കിടക്കാന്നുള്ള ഇതിൽ നമ്മൾ ഇതുവരേക്കും നമ്മൾ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ മലയാളത്തിൽ അന്തൻ ആനയെ കണ്ടതുപോലെ എന്നൊക്കെ, ഇനി മുതൽ രവി അറഫ പ്രസംഗം കേട്ടതുപോലെ എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് ഇനി മുതൽ ശേഷം ഈ വീഡിയോ അതിനുശേഷം നമുക്ക് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഏതായാലും അത് കേൾക്കുമ്പോൾ ഞങ്ങൾ ഒരു ആക്ഷേപമായിട്ടൊന്നും പറയുന്നില്ല, അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നിക്കോളും, നല്ല എന്റർടൈൻമെന്റ് ആവും. സ്കിപ്പ് ചെയ്യുമായിരുന്നു പ്രത്യേകം പറയാം. കൃത്യമായിട്ട് ഒരു പ്രസംഗം കേട്ടോ, ഒരു അറഫ പ്രസംഗം കേട്ടൊരു ഫീൽ കിട്ടും. ഓക്കെ, നമുക്ക് കേൾക്കാം. മുഹമ്മദിന്റെ അന്ത്യപ്രഭാഷണം. ഇങ്ങനെ ഒരു സാധനം ഖുറാനിലില്ല, ആദ്യത്തെ സീറകളിലും ഇല്ല. കുറച്ച് ഹദീസുകളിൽ നിന്ന് ആണ് ഇത് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ് അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ സീറകളിലില്ല, പക്ഷെ ഹദീസുകളിലുള്ളൂ. പറയുന്നത് ഇതിന്റെ ഒതന്റിസിറ്റി എന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സംഭവം വെച്ചാൽ ഖുർആനിലില്ല. ഓക്കെ, ഖുർആനിൽ നേരിട്ട് വിടവാങ്ങൽ പ്രസംഗം പറഞ്ഞിട്ടില്ല. കാരണം ഖുർആൻ എന്താണ് ഹദീസ് എന്താണെന്നുള്ള അറിയുന്ന ആളുകൾക്കല്ല. പിന്നെ സീറകളിലില്ല. അപ്പൊ ഖുർആനിലും സീറയിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് അത്ര ഒതന്റിക് ഒന്നല്ല. പിന്നെ ഹദീസുകളിൽ മാത്രമേ ഉള്ളത്. അതായത് ഇസ്ലാമിന്റെ പ്രമാണം വായിക്കുമ്പോൾ, ചരിത്രം വായിക്കുമ്പോൾ എസ്പെഷ്യലി മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഒതന്റിസിറ്റിയുടെ ഓർഡർ നോക്കുമ്പോൾ ഖുർആനാണ് ഏറ്റവും ഒതന്റിക്, ഒരു സംശയമില്ല. അത്രയും ഒതന്റിക് ആയിട്ടുള്ള ദൈവവചനമാണ് ഖുർആൻ അഥവാ കലാമുള്ളയാണ്. പിന്നെ വരുന്നത് പ്രവാചകൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ വിട്ടേച്ച് പോയി എന്നാണ് പറയുന്നത്. ഒന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്താണ്. സുന്നത്താണ് പ്രവാചക ചര്യ. പ്രവാചക ചര്യ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സംസാരം വരും, പ്രവാചകന്റെ പ്രവർത്തികൾ വരും, അനുവാദങ്ങൾ വരും, പെർമിഷനുകളും വരും. ഇത് ഓരോ സഹായിമാരും പറഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുക. അപ്പൊ സഹായിമാർ പറഞ്ഞ വിഷയങ്ങൾ പ്രവാചകനിലേക്ക് നേരെ ഈ മൂന്ന് കാര്യങ്ങളിലും എത്തുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്വഹീഹായ ഹദീസെന്നോ അല്ലെങ്കിൽ സുന്നത്തെന്നോ വിളിക്കും, അല്ലെങ്കിൽ പ്രവാചക ചര്യ എന്ന് വിളിക്കും. ഇനി പ്രവാചകനിലേക്ക് അത് കറക്റ്റ് എത്തുന്നില്ല, അഥവാ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ കിട്ടിയ ചെയിന് കറക്റ്റ് എത്തുന്നില്ലെങ്കിൽ അതിന് നമ്മൾ ഹദീസിന്റെ കാറ്റഗറി മാറ്റി വെക്കും. അതും ഹദീസാണ്, കാറ്റഗറി മാറ്റും. മറ്റേത് സുന്നത്ത് എന്ന് പറയാൻ പറ്റുന്ന സ്വഹീഹായ ഹദീസുകളാണ് പ്രവാചകനിലേക്ക് നേരെ എത്തുന്നത്. നേരെ എത്താത്തത് അതിൻ്റെ ദുർബലത അല്ലെങ്കിൽ ആ ചെയിനിൻ്റെ വീക്ക്നെസ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അത് ഓരോ മാനദണ്ഡങ്ങളിലേക്ക് മാറ്റിവെക്കും. ഹസൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയ, ലഈഫ്, അങ്ങനെ പല പല മാനദണ്ഡങ്ങളിലേക്ക്, ചിലത് കെട്ടിച്ചമച്ചത് പോലുമായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. അത്തരം ഹദീസുകൾ വല്ല നമ്മൾ സ്വീകരിക്കാറില്ല, കെട്ടിച്ചമച്ചതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഹദീസുകൾ. ഇതൊക്കെയാണ് ഹദീസുകൾ. പ്രവാചകനിലേക്ക് പ്രവാചകന്റെ പ്രവർത്തനമോ സംസാരമോ അനുവാദമോ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അതല്ലാത്ത പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ബാക്കി കാര്യങ്ങളും ഇതുപോലെ എന്ത് ചെയ്യും, ചരിത്രമായിട്ട് ശേഖരിക്കും. അതാണ് സീറ. പ്രവാചകന്റെ ജീവചരിത്രം മനസ്സിലാക്കണമെങ്കിൽ ഹദീസ് അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറയുന്ന കാര്യം മാത്രം പോരാ. സുന്നത്ത് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠാനമായിട്ടും കർമ്മമായിട്ടും ആചാരമായിട്ടും വിശ്വാസമായിട്ടും ഒക്കെ കാര്യങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് പ്രവാചകന്റെ ജീവചരിത്രം മൊത്തത്തിൽ മനസ്സിലാണെങ്കിൽ അതല്ലാത്ത കുറച്ച് സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രവാചകന്റെ ജീവിതത്തിൽ അതല്ലാത്ത കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, വേറെ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കണം. ആ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഹദീസ് സ്വീകരിക്കുമ്പോൾ ഉള്ള അത്രയും ഹദീസുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പല മാനദണ്ഡങ്ങളിലേക്ക് മാറ്റിവെക്കെന്ന് പറയുമ്പോൾ അത്രയും സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. അത്രത്തോളം സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്ന ലോകത്തിലെ മറ്റൊരു ചരിത്ര രചനയല്ല. ഹദീസിൽ ഏറ്റവും വീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്ന ഹദീസുകളുണ്ടല്ലോ, ആ ഹദീസുകൾ പോലും അല്ലെങ്കിൽ അതിന് സ്വീകരിച്ച മാനദണ്ഡങ്ങൾ പോലും നമ്മൾ മറ്റു ചരിത്ര രചനകളിൽ അത്രയും സൂക്ഷ്മമായിട്ട് സ്വീകരിക്കുന്ന വേളകളിൽ പോലും അത്രത്തോളം പോലും, അഥവാ അത്രയും വീക്ക് ഹദീസിന് കൊടുക്കുന്ന അത്രത്തോളം പോലും വാലിഡിറ്റി ബാക്കി ചരിത്രങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, ഹദീസുകൾ മൈന്യൂട്ടായിട്ട് പരിശോധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓരോ കാറ്റഗറിയിലേക്ക് മാറ്റിവെക്കുന്നത്. അപ്പം ഇത്രത്തോളം പരിശോധന എന്ത് ചെയ്യുന്നില്ല, സീറയിൽ വരുത്തുന്നില്ല. സീറ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് ആ ചരിത്രവും ആ സാഹചര്യവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ, അല്ലെങ്കിൽ ശേഖരിക്കുന്ന വിവരങ്ങളാണല്ലോ. അതായത് ലളിതമായിട്ട് പറഞ്ഞാൽ സീറയല്ല, സീറയേക്കാൾ ഒരു 100-150 പടി മുകളിലാണ് ഹദീസുകളുടെ ഒതന്റിസിറ്റി. ഹദീസിലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ സീറയിൽ ഉണ്ടോ എന്നുള്ള പരിശോധനക്ക് പോലും എന്തില്ല, റെലവൻസ് ഇല്ല. ഹദീസിലുണ്ടെങ്കിൽ സീറന്റെ ഭാഗമാണ്. ഇപ്പൊ സീറയുടെ ബേസ് എന്താണ്, അതാണ് ആദ്യം മനസ്സിലായത്. സീറ എന്തിനൊക്കെ അവലംബിച്ചിട്ടാണ് സീറ? ഒന്നാമത് ഖുർആനാണ്, ഹദീസും സീറന്റെ ഭാഗമാണ്, സീറന്റെ ഭാഗമാണ് ഓൾറെഡി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ബാക്കി വിവരങ്ങളാണ് സീറ ഗ്രന്ഥങ്ങളിൽ നമുക്ക് അല്ലാതായി കാണാൻ പറ്റുക. അപ്പൊ എനിവേ ഞാൻ പറഞ്ഞത് ഇയാൾ കാര്യമായിട്ട് പറഞ്ഞു, ഖുർആനിലില്ല, സീറയിലും ഇല്ല, ഹദീസിലേ ഉള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക്സ് അറിയുന്നവർക്ക് അറിയാം,
ഖുർആനും സുന്നത്തുമാണ് അല്ലെങ്കിൽ ഖുർആനും ഹദീസുമാണ് ഏറ്റവും പ്രധാനം. അതിൽ തന്നെ സ്വഹീഹാണെങ്കിൽ പിന്നെ സംശയമേ ഇല്ല. അത്രയും കൃത്യമായിട്ട് ഒരു പ്രമാണമാണ് വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും എന്ന് പറയുന്നത്. അത് ഉണ്ടായിട്ടാണ് ഇയാൾ പറയുന്നത് സീറയിലില്ല. അപ്പോൾ ഏതായാലും അത് വിവരക്കേടുകളുടെ ഒരു തുടക്കം മാത്രമാണ് ഇതിന് വരാൻ പോകുന്നത്. ഇസ്ലാമിനെ ഇത്രയും വിശദമായിട്ട് വിമർശിക്കുന്ന ഒരു മനുഷ്യന് ഈ അടിസ്ഥാന ധാരണ പോലും ഇല്ലാതെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ബേസിക്കലി പറയുന്നത്. തുടക്കം മാത്രം, ഇനി ബാക്കി വരാൻ കിടക്കാം. ഈ ഹദീസുകളിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒരു ഒരേപോലെയല്ല. ചിലതിനകത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ചിലതിനകത്ത് പറഞ്ഞിട്ടില്ല, ചിലതിനകത്ത് ഫ്രേസ് മാറ്റിയിട്ടുണ്ട്, വേർഡ് മാറ്റിയിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന താഴെ കിടക്കുന്ന ബുഖാരി, മുസ്ലിം, തിർമിദി ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു സാധനമായിട്ടാണ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. പ്രവാചകനായ മുഹമ്മദ് അവസാനം മരിക്കുന്നതിന് മുമ്പ് തന്റെ അനുയായികളോട് നടത്തിയ പ്രസംഗമാണ് എന്നാണ് പറയുന്നത്. അതിൽ ആദ്യം അദ്ദേഹം പറയുന്നത്, ഓ പീപ്പിൾ. അപ്പോൾ ഇതില് വീണ്ടും പറയുന്ന കുറെ സ്ഥലത്തുനിന്ന് എടുത്തിട്ട് പറയാണെന്ന്. ഇവിടെ ഹദീസ് വീണ്ടും ബേസിക്സ്. ഓക്കെ, നമ്മളിത് മൊത്തം ഇസ്ലാമിന്റെ ബേസിക്സ് പഠിപ്പിച്ചു കൊടുക്കേണ്ടിരുന്നു വിചാരിക്കുന്നത്. ഹദീസുകൾ എന്താണ്? ഹദീസുകളിൽ പിന്നെ ഓരോ സംഭവങ്ങളായിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ ഓരോ ഫ്രേസസ് ആയിട്ടൊക്കെ ആയിരിക്കും പല ഹദീസുകൾ ഉണ്ടാവും. വളരെ വിശദമായ ഹദീസുകളുണ്ട്, പക്ഷെ ചിലത് ചില ഫ്രേസസ് ആയിരിക്കും. അപ്പോൾ അതായത് ഒരു സ്വഹാബി ഉദ്ധരിക്കുകയാണ്, റസൂല് പിന്നെ പ്രസംഗം തുടങ്ങിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, അത് ഒരു സെന്റൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. വേറൊരു സ്വഹാബി പറയാണ് പിന്നെ അത് അടുത്തതായിട്ട് ഇന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല പല പീസസ് ആയിട്ടായിരിക്കും ഹദീസുകൾ ഉണ്ടാവുക. ആ ഹദീസുകൾ സ്വഹീഹായതെല്ലാം നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് മൊത്തം പ്രസംഗം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് ഒരു റസൂലിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഒറ്റ ഹദീസായിട്ടല്ല, പല പല ഫ്രേസസ് പല റിപ്പോർട്ടുകളിലൂടെ സ്വഹീഹായി വരുന്നതാണ് നമ്മൾ ഹജ്ജത്തുൽ വിദായിൻ്റെ പ്രസംഗമായിട്ട് അല്ലെങ്കിൽ അറഫ പ്രസംഗമായി നമ്മൾ എടുക്കുന്നത്. അതിൽ ഇനി അതേ സമയത്ത് ഈ പറഞ്ഞതുപോലെ ഹദീസുകൾ വരുന്നതിലുള്ള ഗ്രഡേഷൻസ് അനുസരിച്ച് ചിലത് വീക്ക് ഉണ്ടാവും. അപ്പോൾ അത് വീക്കാണെന്ന് പറഞ്ഞാൽ അത് പ്രസംഗത്തിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കും, അത്രേ ഉള്ളൂ. അപ്പം റസൂലിൻ്റെ അവസാനത്തെ പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടുന്ന പല വേർഷൻസ് ഉണ്ട്. അതിൽ ചില വേർഷൻസിലൊക്കെ ചില ലൈഫായ പിന്നെ റിപ്പോർട്ടുകൾ അടങ്ങിയിട്ടുണ്ടാവാം. അത് എവിടുന്നോ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇയാൾ എവിടുന്നോ വായിച്ചിട്ടുണ്ട്. ചില വേർഷൻസിലൊക്കെ ചിലപ്പോൾ ലൈഫായ, അപ്പോൾ അത് വെച്ചിട്ട് ഇയാൾ പറയാണ് അതിൽ ലൈഫും ഒക്കെ ഉണ്ട്, എല്ലാം കൂടി ഇതാക്കിയതാണ് എന്ന രൂപത്തിൽ ഇയാൾ അങ്ങോട്ട് അടിച്ചു വിടുക. അതായത് വേറെ കാര്യം മനസ്സിലാക്കണം, ചരിത്രം വായിക്കുന്നതിൽ പോലും ഇയാൾക്ക് ധാരണ മനസ്സിലാക്കുന്നത്. ചരിത്രം എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഗാന്ധിജിയുടെ ഒരു പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഏതോ ഒരൊറ്റ വ്യക്തി മുഴുവൻ എഴുതിയത്, അല്ലെങ്കിൽ ഇപ്പോൾ റെക്കോർഡിംഗ് സംവിധാനങ്ങളുള്ള ഒരു കാലഘട്ടത്തെ പറ്റിയോ, ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സമയത്തെ പറ്റിയോ, അല്ലെങ്കിൽ എഴുത്തുകാർ എന്താ പറയുക അത്തരത്തിൽ ഏതെങ്കിലും ഭരണ സംവിധാനങ്ങളുടെ കീഴിൽ അതിനെപ്പറ്റിയല്ല പറയുന്നത്. കുറച്ചും കൂടി പിന്നിലേക്ക് ചരിത്രത്തിൽ നോക്കുക. ആ സമയങ്ങളിൽ നമ്മളുടെ മുന്നിലേക്ക് വന്ന എല്ലാ പ്രഭാഷണങ്ങളും, എല്ലാ ലെങ്തി ആയിട്ടുള്ള സംസാരങ്ങളും ഒന്നിലധികം ആളുകളുടെ റിപ്പോർട്ടുകൾ ചേർത്ത് വെക്കപ്പെട്ട ക്രോഡീകരിച്ച രൂപമാണ്. അതങ്ങനെ ചരിത്രത്തിൽ അങ്ങനെ സാധ്യമാവുള്ളൂ. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്ന പോലെ യൂട്യൂബ് ലൈവ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന അപ്പൊ ഏതായാലും ഇത് ബേസിക്സ് ആണ്. പല പല റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചിട്ടാണ് ഉണ്ടാക്കുക. അതിൽ സ്വഹീഹായത് മാത്രം എടുത്താൽ മതി, പോരെ. അതായത് ആ പ്രഭാഷണം കേട്ട ആളുകൾ എല്ലാവരും വിശ്വസ്തരായിട്ടുള്ള, നേരത്തെ പറഞ്ഞ ഹദീസിന്റെ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ അത്രയും സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ അങ്ങനെ വേറെ ചരിത്രമല്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും. അത്രയും സൂക്ഷ്മമായിട്ട് മാത്രമേ ഹദീസുകൾ സ്വീകരിക്കുള്ളൂ. അത്രയും സൂക്ഷ്മമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസ്തമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് മാത്രം ലഭിച്ച ആ പ്രസംഗം കേട്ട ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ചേർത്ത് ആ പ്രസംഗത്തിന്റെ രൂപം ഉണ്ടാക്കുന്നു. ലളിതമാണ്, അതങ്ങനെ സംഭവ്യമാകുള്ളൂ. അതാണ് അതിന്റെ രീതി. അപ്പോൾ ഇയാളിനി പ്രസംഗത്തിലേക്ക് കടക്കണം. ഈ പ്രസംഗം ഇയാളൊരു ടോപ്പിക്കായിട്ടൊക്കെ ഇങ്ങനെ എടുക്കാനുള്ള കാരണം ഇതാണ്. ഈ പ്രസംഗത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുവായ ഇസ്ലാമിന് സ്ത്രീകളോട് അതുപോലെ തന്നെ പരസ്പരമുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചൊരു പോസിറ്റീവ് ആണെന്ന് ആൾക്കാർക്ക് അഥവാ തോന്നിയാലോ, നല്ല കാര്യങ്ങൾ ഒരിക്കലും ഇസ്ലാമിൽ പാടില്ല. ഇസ്ലാമിനെ കുറിച്ച് നല്ലത് ആരെങ്കിലും ഇതെങ്ങനെ വായിച്ചിട്ട് ഇത് കുഴപ്പമില്ലല്ലോ എന്ന് ആർക്കെങ്കിലും തോന്നിയാലോ എന്നുള്ളൊരു ടെൻഷനാണ് രവീന്ദ്രനുള്ളത്. ആ ടെൻഷൻ ഓരോ സംസാരത്തിലും നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് നല്ലതാണെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ മൂപ്പരുടെ ഒരു ശരീരഭാഷയൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. അത് നിങ്ങൾ ഇനി കാണും. വളരെ എന്റർടൈനിങ് ആയിട്ടുള്ളൊരു പ്രസംഗം. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഐ ഡോണ്ട് നോ, മേബി ആഫ്റ്റർ ദിസ് ഇയർ വി മേ ഡിപ്പാർട്ട് ഫോർ എവർ ഫ്രം ദിസ് വേൾഡ്. ഈ ഒരു വർഷം, അടുത്ത വർഷം ഞാൻ ഉണ്ടാവില്ല. ഈ വർഷത്തോടുകൂടി എല്ലാം തീരുമെന്ന് പറഞ്ഞു. അടുത്ത വർഷം, അപ്പം ഈ ചില ആളുകൾ പറയാറുണ്ടല്ലേ, അടുത്ത വർഷം ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല എന്ന് പറയുന്ന പലരും അടുത്ത വർഷം ഉണ്ടാവാറില്ല. അപ്പം നമ്മൾ പറയും, മാമൻ കഴിഞ്ഞ വർഷമേ പറഞ്ഞതാണ് അല്ലേ. ഇത് എല്ലാ വർഷം പറയുമായിരിക്കും, 3-4 വർഷം കഴിയുമ്പോൾ ഒരു വർഷം ആ വർഷമാണ് ശരിക്കും. ഇതാണ് ഈ പ്രവാചകത്വം എന്നൊക്കെ. അതാണ് നോർമലി. വെച്ചാൽ ഇനി നമ്മളിവിടെ ഇതുപോലെ ഒരുമിച്ച് കൂടുമോ എന്നറിയില്ല എന്ന് റസൂൽ പറയുന്നു. ഇദ്ദേഹം പറഞ്ഞതുപോലെ പല ആൾക്കാരും പല രൂപത്തിൽ അങ്ങനെ ആവർത്തിച്ച് പറയുമായിരിക്കും. പക്ഷെ റസൂലിന്റെ കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇതിനു മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളില്ല. ഇല്ല, മാത്രമല്ല ഇതിനുശേഷം അങ്ങനെ അവര് ഒരുമിച്ച് കൂടിയിട്ടുമില്ല. അപ്പോൾ റസൂലിന്റെ കാര്യത്തിൽ അത് ശരിയായി. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇയാൾ എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുള്ളൂ. അതായത് നമ്മളും ചിലപ്പോൾ അങ്ങനെ പറയുമല്ലോ, ഇതെന്റെ ചിലപ്പോൾ അവസാനത്തെ പ്രസംഗം ചിലപ്പോൾ 100 വട്ടം പറയുമല്ലോ. അതൊക്കെ പറയും. കാരണം അതാ നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്, നമുക്കൊരു പ്രവാചകത്വം ഇല്ല. പക്ഷെ പ്രവാചകത്വമുള്ള പ്രവാചകൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെ തന്നെ സംഭവിച്ചു. വളരെ ലളിതമായിട്ട് അത്രേ ഉള്ളൂ. രവി ഒരുപാട് വർഷം ഇത് പറയും.
പറയും. പക്ഷെ പ്രവാചകൻ ഒറ്റ തവണ അത് പറഞ്ഞിട്ടുള്ളൂ. അത് അത് അങ്ങനെ അങ്ങനെ തന്നെ തന്നെ സംഭവിക്കുകയും ചെയ്തു സംഭവിക്കുകയും എന്നുള്ളതാണ്. അത് പറയുമ്പോൾ പോലും ഇതൊരു പ്രവാചകത്വത്തിലുള്ള തെളിവാണല്ലോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് ശരിയായല്ലോ എന്നുള്ള ചിന്ത പോലും മൂപ്പർക്കില്ല. മൂപ്പർ അങ്ങനെ നെഗറ്റീവ് ആക്കാൻ നോക്കുകയാണ്. അപ്പൊ പോടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒറിജിനൽ അല്ല, ഇതിനകത്തുള്ള പല ഹദീസുകളും വീക്കാണ്, സഹിയല്ല. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സംഭവമാണ് പോലും. ഇത് വലിയ മനുഷ്യാവകാശ രേഖയും പിന്നെ ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷനും ഒക്കെ ആണ് എന്ന് പറഞ്ഞു. നമ്മളിപ്പോ ഇതില് ഇയാള് ഈ പറഞ്ഞൊരു കാര്യം ശരിയാണ്. ചില ഇതിൽ ചിലപ്പോൾ വീക്കായ ഭാഗങ്ങളും ചിലപ്പം കാണുന്നുണ്ടാവാം. ഇയാളിത് ഒരു കുറച്ചൊരു അക്കാദമിക്കലി കുറച്ചൊരു എന്താ പറയാ നിലവാരത്തോടു കൂടിയ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇത് വീക്ക് ഹദീസാണ്, അതുകൊണ്ട് ഇത് പ്രവാചകരിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യേണ്ടതില്ല എന്ന് അത് പറയുന്നത് വളരെ സിമ്പിൾ ആട്ടോ. മുപ്പർക്ക് ഭയങ്കര ഇടങ്ങറായിട്ട് പണ്ടെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 15-20 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ChatGPT മാത്രം, വേറൊന്നും വേണ്ട, ChatGPT മാത്രം എടുത്തിട്ട് ഇതിൽ ഏതൊക്കെ ഹദീസുകൾ, ഏതൊക്കെ ഭാഗങ്ങളാണ് സ്വഹീഹായിട്ടുള്ളത്, ഏതൊക്കെ പണ്ഡിതനാണ് സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഏതൊക്കെ പണ്ഡിതന്മാരാണ് വീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇതിൽ ഏതൊക്കെയാണ് വീക്ക്നെസ്സിന്റെ അളവ് പോലും, അല്ലെങ്കിൽ എന്താണ് വീക്ക്നെസ്സിന്റെ റീസൺ, ഇതുപോലും സിമ്പിൾ പ്രോംപ്റ്റിൽ കിട്ടുന്ന സാധനമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പരസ്പരം നിങ്ങളുടെ രക്തം പിന്നെ പവിത്രമാണ്, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ പവിത്രത പോലെ നിങ്ങൾ പരസ്പരം രക്തം ചിന്താൻ പാടില്ല എന്ന് ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, രവിക്ക് അത് കാണുമ്പോൾ തോന്നാണ് ഇത് ഇസ്ലാമിനെ കുറിച്ച് നല്ലതാണല്ലോ, ഇതെങ്ങനെ വീക്കാണോന്ന്. അപ്പോൾ ജസ്റ്റ് ChatGPT-ലോ അല്ലെങ്കിൽ നെറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഈ പറഞ്ഞ വേർഡ്സ് ഒന്ന് അടിച്ചു നോക്കുക, ഈസ് ഇറ്റ്സ് ഒതന്റിക് എന്നുള്ളത് അടിച്ചാൽ കിട്ടും. ഏതൊക്കെ എവിടെ നിന്നൊക്കെയാണ് റിപ്പോർട്ട് വരുന്നത്, ഏതൊക്കെയാണ് ലൈഫ്, ഏതൊക്കെയാണ് സ്വഹീഹാണോ, അല്ലെങ്കിൽ പണ്ഡിതന്മാർ എന്താണ് അതിന് ഗ്രേഡ് ചെയ്തിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊന്നും ചെയ്യാതെ ഇസ്ലാമായിട്ട് നല്ലതാണെന്ന് തോന്നി അതുകൊണ്ട് വീക്കാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രവി ഒന്ന് പറയും സ്വഹീഹായത് ഏതൊക്കെയാ ഉള്ളത്, അതൊന്ന് പറയും, എന്നിട്ട് നമുക്ക് നോക്കാം അതിൽ വല്ല നല്ലത്. ഞാൻ ആലോചിച്ചത് ഈ മനുഷ്യന്മാരുടെ മുമ്പിലാണ് കയറി പ്രസംഗിക്കുന്നത്. ഒട്ടും റെഫർ ചെയ്യാതെ പ്രസംഗിക്കാനുള്ള കോൺഫിഡൻസ് ഇയാൾക്ക് ഈ പ്രായത്തിലുണ്ടെങ്കിൽ അർത്ഥം ഇതിനു മുമ്പ് പ്രസംഗിച്ച പ്രസംഗങ്ങളിലുള്ള കോൺഫിഡൻസ് എത്ര ആയിരിക്കും? അല്ല, അത് അയാളുടെ അണികളെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ്. കാരണം ഈ മനുഷ്യന്മാർ ഞാൻ പറയുന്നതിന് അപ്പുറം ആലോചിക്കില്ല, ചിന്തിക്കില്ല. അവരുടെ മൊബൈൽ ഫോണിൽ സിംഗിൾ ക്ലിക്ക് കൊണ്ട് കിട്ടുന്ന വിഷയങ്ങളിൽ പോലും ഒരു റെഫർ ചെയ്യൂല എന്നുള്ള ബോധ്യം ആൾക്കുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ ഇത്രയും മനുഷ്യന്മാരുടെ മുന്നിൽ വേണ്ട, ഇതൊക്കെ ഹദീസോ ഇതൊക്കെ ഒക്കെ നോക്കണ്ടേ? ഇപ്പോൾ ഫോണിന്റെ വിഷയം ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ എടുത്ത് പരിശോധിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കുന്ന ഇപ്പൊ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പ പൊട്ടുവരുന്നു. അത് ആരും ചെയ്യൂല എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് മൂപ്പർക്കുള്ളത്. അത് നമ്മളിവിടെ റിയാക്ട് ചെയ്തിരുന്നു. അത്യാവശ്യം 90,000 ആൾക്കാർ കണ്ടിട്ടുണ്ടായത്. അങ്ങനെ ഒരു സാധനം ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ഈ ഗിരിപ്രഭാഷണം. അതേപോലെ വരുന്ന ഒരു സാധനമാണ് ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. സോ ഓ പീപ്പിൾ ഹീഡ് മൈ വേർഡ്സ്, ഐ ഡു നോട്ട് നോ, മേ ബി ആഫ്റ്റർ ദിസ് ഇയർ വി മേ ഡിപ്പാർട്ട് ഫോർ എവർ ഫ്രം ദിസ് വേൾഡ്. My companions, borrowed items must be returned to their owner. കടം വാങ്ങിച്ചൊക്കെ അവർ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുത്തേക്ക്. എല്ലാവരോടും അടുത്ത വർഷം ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്, താൻ മാത്രം ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. സംശയം അത് ഇപ്പൊ തിരിച്ചു കൊടുക്കാനല്ല സഹോദരൻ പറയുന്നത്, മുഴുവനായിട്ടുള്ള ഒരു പൊതുവായ നിർദ്ദേശമാണ്. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം. ഇന്നെല്ലാരും തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇന്നലെ കടം വാങ്ങിയ ആളെന്താ ചെയ്യാ? ഇതൊന്ന് ആലോചിക്കാനുള്ള എങ്ങനെങ്കിലും എല്ലാത്തിനും മോക്ക് ചെയ്യാം. മറ്റേ ജബ്ബാർ ഖുറാൻ പ്രഭാഷണം നടത്തിയത് മാതിരിയാണ്, ഖുറാൻ ക്ലാസ് എടുക്കുന്ന മാതിരിയാണ്. ഒരു ഫ്രേസ് കിട്ടിയാൽ നമുക്ക് എങ്ങനെ അതിനെ മോക്ക് ചെയ്യാം, ഇതാണ് ആദ്യം ചിന്തിക്കുന്നുള്ളൂ. അതായത് എന്ത് നല്ലത് ചെയ്താലും നിങ്ങൾ എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞാൽ, തുല്യരാണെന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും ഒരേ നേരാണെന്നാണ് അർത്ഥം. അപ്പൊ അതിൽ അശാസ്ത്രീയത ഇല്ലേ എന്നാണ് ചിന്തിക്കും. എന്ന് വെച്ചാൽ അങ്ങനെ എന്തിനേയും നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും. അതെയാണ് ഈ എനിക്ക് തോന്നുന്നത് ഇയാൾ കുറച്ച് ജബ്ബാറിന്റെ ഖുറാൻ ക്ലാസ് കേട്ടിട്ടുണ്ടാവുന്നതാണ്. അങ്ങനെ എന്തിനെ എങ്ങനെ മോക്ക് ചെയ്യാൻ പറ്റും? കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിന് എന്തിനാ ഇങ്ങനെ പറയേണ്ട കാര്യം? അറ്റ്ലീസ്റ്റ് ഓക്കെ, ഇപ്പൊ ഇസ്ലാമൊക്കെ തെറ്റാണ്, മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഒന്നും ശരിയല്ല, എന്നാലും ഈ പറഞ്ഞതിൽ വലിയ കുഴപ്പമില്ല എന്നിട്ട് ഒഴിവാക്കിയ പോരെ. അത് ചെയ്യൂല. അതുപോലും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് അവതരിപ്പിക്കണം. items taken for use should also be returned to their own. അതായത് എന്തെങ്കിലും ഉപയോഗത്തിനായിട്ട് ആരെങ്കിലും നല്ല കരണ്ടിയോ വല്ല സ്പൂണോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചു കൊടുക്കണം. ഒരു കരണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഫണ്ണായാലോ, ഞാൻ ഒരു ഫണ്ണേഷ് തന്നെ എന്ന് പറയുമ്പോൾ ഒരു രസമുണ്ടല്ലോ. കാര്യങ്ങൾ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. ഇത് വളരെ നല്ലൊരു സ്റ്റേറ്റ്മെന്റ്. അറ്റ്ലീസ്റ്റ് പോട്ടെ, പരിഹസിക്കേണ്ടതില്ലാത്ത സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതിനെയും ഒന്ന് കരണ്ടിയോ സ്പൂണോ തിരിച്ചു കൊടുത്തു കേട്ടോ. എന്താ debts must be paid. കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കണം. ഇതിൽ അവസാനമായിട്ട് പറയുന്നത് പോലെ തോന്നുന്നു അല്ലേ? ഓക്കെ. The guarantor who takes a debt of someone must also pay the debt. KSF ചിട്ടിക്കൊക്കെ നമ്മൾ ഗ്യാരണ്ടി കത്തില്ല. അപ്പൊ ഈ പണം പിടിച്ചവൻ അടക്കാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതുകൊണ്ട് അടക്കണമെന്നാണ് മുഹമ്മദ്. നല്ലൊരു ചിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്ന് പരിഹസിച്ചു. സംഭവം എന്താ, ഒരാൾ ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് അത് അടക്കണം എന്ന് പറഞ്ഞതാണ്. ഒരു നിർബന്ധമായിട്ട് ചെയ്യുക. അത് കടം എന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയൊരു പ്രശ്നമാണ്. കാരണം ആളുകൾ തമ്മിലുള്ള ബന്ധത്തെയും ട്രസ്റ്റിനെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം ഒരു പ്രവാചകൻ ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുമ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം കവർ ചെയ്ത് പോകണം. ഒരു സിമ്പിൾ നേതാവ്, അണികൾ
ഈ നേതാവിനെ അനുസരിക്കുന്ന നേതാവാണെങ്കിൽ ആ നേതാവ് പറയേണ്ട ഒരു കാര്യമല്ലേ, ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ബാധ്യതകളൊന്നും ഉണ്ടാവരുത്, പരസ്പരം ചരിക്കരുത്, ഉള്ള കടമായിട്ട് കൊടുക്കണം, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം എന്നുള്ളത് ഒരു നേതാവ് സിമ്പിളി പറയേണ്ടതല്ലേ? എന്തിനാണ് അതിനെ ഞാനൊരു എന്റർടൈൻമെന്റ് കിങ് തന്നെ എന്നൊക്കെ ഇങ്ങനെ ഇതാണ് മറ്റേ ഷാഹുൽ പറഞ്ഞില്ലേ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്നുള്ളതിനപ്പുറത്ത് ഞാൻ ചോദിച്ചു, ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങളൊന്ന് പറയും, നിങ്ങൾ രവി ഫാൻ ആണെങ്കിലും ശരി, ഇതിൽ എന്ത് വൈജ്ഞാനിക കോണ്ടന്റ് ഉള്ളത്? ജസ്റ്റ് ഒരു സാധനം ഇങ്ങനെ വായിക്കുന്നു, അതിനെക്കുറിച്ച് ഇങ്ങനെ കുറെ തമാശ പോലെ കുറെ കാര്യങ്ങൾ പറയാനുള്ളതല്ലാതെ വേറെ എന്താ ഉള്ളത്? അതിനപ്പുറത്തേക്ക് എന്ത് എൻ്റെ ഓക്കെ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഇത് ലൈഫ് ആകുന്നു, ഇത് വീക്ക് ആകുന്നു, അതുകൊണ്ട് ഇത് പ്രവാചകനിലേക്ക് ആട്രിബ്യൂട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? ഒന്നുമില്ല. ഇതെന്ന് വെച്ചാല് ഞാൻ ഒരു സെന്റൻസ് വായിക്കും, നെക്സ്റ്റ് ഞാൻ ഒരു ഫണ്ട് പറയും, കേട്ട് ചിരിക്കണേ, ആ ഫീലാണ് എല്ലാത്തിലും. അത്രേ ഉള്ളൂ. വേറെ ഒരു എന്താ പറയാ അക്കാദമിക്കലോ വൈജ്ഞാനികോ ആയിട്ടുള്ള ഒരു വിഷയമുള്ളതാണ്. അതൊക്കെ കൊള്ളാം, നല്ല കാര്യമാണ്. പക്ഷേ ഗ്യാരണ്ടി നിൽക്കാൻ ഈ KSPCT ഒരു പ്രത്യേകത അതാണ്. ഗവൺമെന്റ് ജോലി ഞാനിപ്പോൾ റിലീസ്ഡ് ആവുകയാണ്. ഐ ഹാവ് ഓൺലി 9 months ലെഫ്റ്റ് ഇൻ ഗവൺമെന്റ് സർവീസ്. ഇനി എൻ്റെ കാര്യം വരില്ല. പക്ഷെ വന്നവരുടെ പലരെയും കഥകൾ എനിക്കറിയാം. എല്ലാ ഓഫീസുകളിലും KSPCTക്ക് ഗ്യാരണ്ടി നിന്നിട്ട്, അല്ല KSP മാത്രം ഞാൻ പറയില്ല, പലതിനും ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾ നിൽക്കും. ഒരു പ്രശ്നം പരിഹരിക്കാനായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അതൊരു പിടി പ്രശ്നങ്ങളായി പിന്നെ മാറുന്നില്ല. മജീഷ്യന്റെ കൂടെയിലെ പൂക്കളെ പോലെ ഭൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ അടച്ചടച്ച് ചിലപ്പോൾ ഒരു ചെവി അടഞ്ഞു. ഇതും സംഭവം എന്താ ബന്ധം? എന്താ സഹോദരൻ, അതൊരു നല്ലൊരു സാധനമാണെന്ന് തോന്നി. അതിന് എങ്ങനെയെങ്കിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ വേറെന്തോ കാര്യങ്ങളൊക്കെ KSPCT ഇയാളെ വിരമിക്കൽ ഗവൺമെന്റ് എന്തൊക്കെയോ പറയുന്നു. ഒരുപാട് പേര് എനിക്കറിയാം. ഞാൻ 30 വർഷം സർവീസ് ഇരുന്നു എനിക്ക് പറയാൻ പറ്റും, അല്ലാതെ എനിക്ക് ഊഹിക്കാൻ പറ്റും. എന്തിനാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജാമ്യം തന്നെ? വേറെ എന്തെല്ലാം ജാമ്യങ്ങളുണ്ട്, സ്വന്തം ജാമ്യങ്ങളുണ്ട്. നബി സർക്കാർ ഉദ്യോഗസ്ഥ ജാമ്യം കൊടുക്കണം എന്ന് പറഞ്ഞ മാതിരിയാണ്. ഏതോ വിഷയം ഇപ്പോ ആകെ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരേ ഉള്ളൂ. ഇവരെല്ലാം ജാമ്യം ഉണ്ടെങ്കിൽ മാത്രമേ KSP നമുക്ക് പണം കിട്ടും. അതിനെതിരെ പ്രതികരിക്കുന്ന സമയം ഇൻഫർമേഷൻ കിട്ടില്ല. ഞാൻ ഇവിടുത്തെ KSPCT എന്തൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ മുഹമ്മദ് പറഞ്ഞതാണ് ഗ്യാരണ്ടി ആയിട്ട് നിന്നിട്ടുണ്ടോ അതെല്ലാം അടച്ചേ. ഓക്കെ, ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രസംഗം. ഇത് ഭയങ്കര സംഭവമാണ്. പിന്നെ അദ്ദേഹം പറയുന്നു, മുഹമ്മദിന്റെ ഈ അന്ത്യപ്രഭാഷണം, ഇതിന്റെ പേരെന്ന് പറയാം കുത്തുബ അൽ വാദ. ഇത് അറബിയാണ്. പെർഫോം റിച്വൽസ് വിത്തൗട്ട് ഫെയിൽ. എന്തൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾ 5 നേരം 3 നേരം അങ്ങനെ പല നേരങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. ഇവർ ചെയ്യാൻ കാര്യം എന്താണ്? മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞൊരു പ്രസംഗമാണ്. ഈ പ്രസംഗം ചില വീക്കായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ഉണ്ടാക്കി പിൽക്കാലത്ത് വലിയൊരു സംഭവമാണ്. ഈ പുട്ടിനും പീരീഡ് വീക്ക് എന്ന് പറയാൻ ഞാൻ വീക്കുകൾ കേൾക്കട്ടെ. ഹിസ്റ്റോറിക്കലി നടന്നതാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നോട്ട് ഇൻ ഖുറാൻ, നോട്ട് ഇൻ സീറ. ആദ്യത്തെ സീറകളൊന്നും ഇല്ല. സീറയിലും ഖുറാനിലും അല്ല, വെറും ചെറിയ ഹദീസുകൾ എടുത്തിട്ട് മാത്രമാണ് സഹോദരങ്ങളെ. പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞാണ്, ഇന്നലെ പറയില്ലേ, അച്ഛൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ ചെയ്യും, ബലിയിടണം, 16 ദിവസം ഞാൻ ബലിയിടും എന്നൊക്കെ പറയത്തില്ലേ. ആ ലെവലിലുള്ള വൈകാരികമായ സാധനമാണ്. ഫാസ്റ്റ് ഇൻ ദ മന്ത് ഓഫ് റമദാൻ. ഒരുത്തൻ റമദാൻ മാസം ഫാസ്റ്റ് ചെയ്യാതിരിക്കുക, അവനോട് എന്താ പറയാം? നമ്മ പറയാം, പ്രവാചകൻ പറഞ്ഞതല്ലേടാ, അദ്ദേഹം പോകുന്നതിന് അവസാനം പറഞ്ഞല്ലേ, ശരി എന്ന് തുടങ്ങിയേക്കാം. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ. പെർഫോം ദ ഹജ്ജ്. അതാണ് പലരും ഇല്ലാത്ത പൈസ സുരുക്കൂട്ടി ഹജ്ജിന് പോകുന്നു. ആൻഡ് ഗീവ് സക്കാത്ത്. ഇത്തരം എന്താണ് മതപരമായിട്ടുള്ള എല്ലാ റിച്വൽസും മുഹമ്മദ് പറഞ്ഞു. അതൊന്നും എക്സ്പ്ലനേഷൻ ഇല്ല. സക്കാത്ത് ഹജ്ജും നിസ്കാരൊക്കെ മൂപ്പർക്ക് ഒരു മോശം കാര്യമാണ്. സക്കാത്ത് കൊടുക്കാൻ പാവപ്പെട്ടവർക്കുള്ള ഒരു കാര്യമല്ലേ? അത് എന്തെങ്കിലും പരിഷ്കാരം ഉണ്ടാവുമായിരിക്കും അല്ലെ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. മൂപ്പർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ച് 2-3 ഫണ്ടെങ്കിലും കിട്ടുന്നതാണ്. ഒരു ആഗ്രഹമാണ് എന്ന് വരുത്തുക. നിങ്ങളുടെ ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കണം എന്ന് വരെ. So long as they follow Allah's book. അള്ളാഹുടെ ബുക്ക് അവർ അനുസരിക്കുന്നവരെ നിങ്ങൾ അനുസരിച്ചാൽ മതി. എങ്ങനെയുണ്ട്? അപ്പൊ ഇത് ഭയങ്കര എന്താ സംഭവം പ്രശ്നമാതിരി പറയാണ്. ഒന്നാലോചിച്ച് നോക്കി, ഇയാളെ വാദം എന്താ? അങ്ങനെയാണെങ്കിൽ ഭരണാധികാരികൾ പറഞ്ഞതെല്ലാം അതേപടി അനുസരിക്കുക എന്നുള്ളതാണോ? എന്താണ് നമ്മൾ ബേസിക്കലി ഉള്ളൊരു യുക്തി വെച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഇയാളുടെ എന്താ, അതായത് ഒരു മാനവികമായ ഒരു കാഴ്ചപ്പാട്, ഇയാൾ പറയുന്ന മാനവികത അല്ലെ, അതിനനുസരിച്ച് വരുമ്പോൾ അതിനോടാണ് നമ്മൾ യോജിച്ച് നിൽക്കേണ്ടത്. അല്ലാത്തതിനോട് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാവും, വിയോജിപ്പും ഉണ്ടാവും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരി എന്ന് പറയുന്നത് ദൈവികമായ കൽപ്പനകൾ അത് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ശരി എന്നുള്ളതാണ്. അപ്പൊ അതിനോട് വിയോജിപ്പുള്ളതിന് വിയോജിക്കും. ഇതൊക്കെ എന്തോ വലിയ സംഭവമായിട്ട് പറയാം. നോർമലി എന്താ പറയാ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, ഒരു ആത്മീയ അല്ലെങ്കിൽ ഒരു എല്ലാവരും നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരാള് തന്നെ അനുയായികളോട് എന്താ പറയാ, നിങ്ങൾ ഭരണാധികാരികളെ അനുസരിക്കണം, അവർ നീതിക്കൊപ്പം നിൽക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവർ മാനവികതക്കൊപ്പം നിൽക്കുന്നുവെങ്കിൽ, അവർ ജനാധിപത്യത്തിനൊപ്പം നിൽക്കുന്നുവെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ സത്യമാണെന്നതിൽ ഒരു സംശയമില്ലാത്ത, നീതിയാണെന്നതിൽ സംശയമില്ലാത്ത, വ്യക്തമായി ബോധ്യമുള്ള ഒരു കാര്യത്തെ പറ്റി പറയണം, അത് ഫോളോ ചെയ്യുന്നത് വരെ നിങ്ങൾ ഭരണാധികാരിമാരെ അനുസരിക്കണം. അതിലനുസരിക്കാനുള്ള കൽപ്പന ഉണ്ട്. അഥവാ നാട്ടിൽ ഭരണാധികാരിമാർക്കെതിരെ അനാവശ്യ വിപ്ലവങ്ങൾ ഉണ്ടാക്കി കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് എന്ന കൽപ്പന അതിലുണ്ട്. അഥവാ ഒരു സ്വസ്ഥമായ ഭരണത്തിനുള്ളൊരു കൽപ്പന ഉണ്ട്. 2 എന്ന് പറഞ്ഞാൽ ആ ഭരണാധികാരി അനീതി പ്രവർത്തിച്ച് ദൈവകൽപ്പനകൾക്കും ദൈവനിർദ്ദേശങ്ങൾക്കും എതിരെ, അതും വ്യക്തമായ ബോധ്യമുള്ള, തെളിയിക്കാൻ പറ്റുന്ന വ്യക്തതയുള്ള ദൈവത്തിന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരനുസരിക്കേണ്ടതില്ല എന്ന് പറയുന്ന
കൽപ്പന അതിലുണ്ട്. ഇതിലിപ്പോ ഇയാളെ വാദം എന്താ? ഒരു ഭരണാധികാരി പറഞ്ഞാൽ അപ്പൊ തന്നെ അനുസരിച്ചോളണം, വിയോജിപ്പുകൾ പാടില്ല എന്നാണോ? എന്താണ് നിങ്ങളെ വാദം എന്താ ശരിക്കും? ആയിക്കോട്ടെ, അത് പറയും. എന്ത് പറഞ്ഞാലും അനുസരിക്കണം എന്നാണോ? വിനീത വിധേയരായിക്കൊണ്ട് അനുസരിക്കണം എന്നാണ്? എന്താണ് നിങ്ങൾ പറയും? വെറുതെ കണ്ട് മോക്ക് ചെയ്യുക അല്ലെങ്കിൽ പരിഹസിക്കുക എന്നുള്ളതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു വാദം വേണ്ടേ? ഇനി സ്ത്രീകളെ കുറിച്ച് വലിയ ഒരു സംഭവം, ഇതുകൊണ്ടാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. സ്ത്രീകളെ കുറിച്ച് യു ടുക്ക് വുമൻ ആസ് ട്രസ്റ്റ് ഫ്രം അല്ലാഹ്, അള്ളാഹിൽ നിന്ന് കിട്ടിയ നിധിയെ പോലെ നിങ്ങൾ സ്ത്രീകളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ വീക്ക് ഹദീസാണ്. വീക്ക് ഹദീസ് എന്ന് പറയാൻ വളരെ വീക്കാണ്. മൂപ്പര് ഭയങ്കര കാരണം പരിശോധിച്ചിട്ടേ പറയുള്ളൂ. ആ ഹദീസ് കുറച്ച് നല്ല കണ്ടന്റ് പറയുന്നതാണ്. സോ അതിനെന്ത് ചെയ്യുക, വീക്കായി കാണുക. വീക്കാവാനുള്ള എന്താ പറയാ മാനദണ്ഡം നമ്മള് ഹദീസ് നിദാന ശാസ്ത്രം എന്നൊക്കെ പറയും. രവിയുടെ ഹദീസ് നിദാന ശാസ്ത്രമാണിത്. അതായത് രവിക്ക് പിന്നെ ഇസ്ലാമിനെ കുറിച്ച് നല്ലതായിട്ട് തോന്നുന്നോ എങ്കിൽ അത് വീക്കാണ്. ഇവിടെ പിന്നെ ഹജ്ജത്തുൽ വിദാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ഖുതുബയിൽ ഏറ്റവും പ്രധാനമായും ഉദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ ആ ഒരു ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഇത് വീക്കാണെന്നാണ് ഇയാൾ പറഞ്ഞത്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇത് വീക്കാണെന്ന് പറഞ്ഞത്? നമ്മൾ കൃത്യമായിട്ട് ഇതാ സ്വഹീഹ് മുസ്ലിമിൽ തന്നെ വിത്ത് റിഗാർഡ് ടു വുമൺ എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹീഹായ ഹദീസായി തന്നെ ഇത് കാണാൻ സാധിക്കും. ഇയാൾ വെറുതെ അങ്ങോട്ട് തട്ടിവിടുകയാണെന്ത് ദുർബലാണ്, വീക്കാണ് എന്നുള്ളത്. നിങ്ങൾ സ്ത്രീകളോട് പിന്നെ നല്ല രൂപത്തിൽ കൈൻഡായി പെരുമാറണം എന്നുള്ളത് സ്വഹീഹായ റിപ്പോർട്ടാണ്. ഇത് ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് സ്വഹീഹായ റിപ്പോർട്ടാണ്. പക്ഷെ ഇയാൾ ഒരു ഫാക്ട് ചെക്കും ഇല്ലാതെ ഇയാൾ പറയണത് അത് ലൈഫാണ്. കാരണം എന്താ, അയാൾക്കത് ഇസ്ലാമിനെ കുറിച്ച് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത്. വീക്ക് ഹദീസ് എന്ന് പറയാൻ ഹദീസ് തന്നെ പലതുണ്ട്. സ്ട്രോങ് ഉണ്ട്, സഹി ഉണ്ട്. സഹിയാണ് സ്ട്രോങ് എന്ന് പറയും. വീക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കത്തില്ല. അങ്ങനെ സാധനത്തിൽ നിന്നുള്ള ഒരു സാധനം ഇത് നല്ലതായതുകൊണ്ട് എടുത്ത് മേളിൽ വെക്കും. മനസ്സിലായില്ലേ? ഇത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ വീക്കാണ് എന്നുള്ളത് രവിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുക. ഒരു ചലഞ്ചായിട്ട് വേണമെങ്കിൽ ഏറ്റെടുക്കാം. കാരണം അത്രയും ഹദീസുകളുണ്ട്. ഇത് പച്ചക്കള്ളാണ്. ഇത് ഇപ്പം നോക്കിയിട്ടില്ലെന്ന് ഉറപ്പാണ്. ഏതെങ്കിലും ചിലപ്പോൾ ചില സൈറ്റുകൾ നോക്കിയിട്ട് വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാൾക്ക് തോന്നിയത് അയാൾ പറയുന്നുണ്ടാവും. അത്രയും വ്യക്തമായിട്ട് ഹദീസുകളിൽ സൗസുബിന്നസായ ഹൈറ, നിങ്ങൾ സ്ത്രീകളോട് നല്ല രീതിയിൽ മാത്രം പെരുമാറുക, നല്ല രീതിയിൽ പ്രത്യേകം പെരുമാറണം, അത് അമാനത്താണ്, ദൈവം പ്രത്യേകം ഏൽപ്പിച്ച എന്താ പറയുക കരാറാണ് എന്ന് പറയുന്ന വ്യക്തമായ രൂപങ്ങൾ ഹദീസിൽ കാണാൻ കഴിയും. അത് മൂപ്പർക്ക് തോന്നിയത് കൊണ്ട് മാത്രം, മൂപ്പർക്ക് ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടാനോ പറയാനോ ഇഷ്ടമില്ല എന്നുള്ളത് കൊണ്ട് മാത്രം എങ്ങനെയാണത് വീക്കാക്കാൻ പറ്റുക? അല്ലെങ്കിൽ എത്ര വലിയ കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഇത് പറയാനുള്ള ലൈസൻസ് കിട്ടുക? ഒരു സമൂഹത്തെ പറ്റി അവർ വിശ്വസിക്കുന്ന പ്രമാണത്തിൽ ഇന്ന കാര്യം ഇല്ല, ഉണ്ടാവാൻ പാടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന ഇത്രയും കാലം ഒരുപാട് പ്രഭാഷണത്തെ മനുഷ്യനാണല്ലോ, നിങ്ങൾ പറയുന്ന ഈ കാര്യം ഒരുപാട് നുണകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. മുന്നേ ഈ പറയുന്ന കാര്യം വ്യക്തമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ ചലഞ്ചായിട്ട് എടുക്കാം. കഴിയില്ല, കാരണം നിങ്ങൾ കളവാണ് പറയുന്നത്. അത് മോശമാണെങ്കിൽ എടുത്ത് ഇതാണ് മൊത്തത്തിൽ മതപ്പണിയുടെ ഒരു അടിസ്ഥാനം. So you made the decency halal by making a promise in the name of Allah. They have rights over you just as you have rights over women. നിങ്ങൾക്ക് സ്ത്രീകളുടെ മേൽ അധികാരം ഉള്ളതുപോലെ സ്ത്രീകൾക്ക് നിങ്ങളുടെ മേൽ അധികാരമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് എന്നുള്ളത് നോക്കണം. അപ്പൊ അതിനൊന്നുമില്ല. അതായത് പുരുഷന്മാർക്ക് സ്ത്രീകളെ മേൽ അധികാരം ഉള്ളതുപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെന്തിന്റെ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിനൊന്നും പറയില്ല. അപ്പൊ അതെന്താ നോക്കണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളത്, അതായത് പരസ്പരം അവകാശങ്ങളുണ്ട്, ഒരു പാരസ്പര്യം, അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മ്യൂച്വാലിറ്റിയാണ് ഇസ്ലാമിന്റെ തത്വം എന്നുള്ളതാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ. അപ്പോൾ അതിനെയും എന്തെങ്കിലും ഒന്ന് നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ഈ അധികാരം നോക്കുക? പുരുഷന്റെ അധികാരം ഞാൻ ഇതിനകത്ത് നല്ലോണം എടുക്കുന്നത് പല വേർഷൻസ് ഉണ്ട്. യുവർ റൈറ്റ് ഓൺ വുമൻ ഈസ് ദാറ്റ് ദേ ഷുഡ് ബി പ്രൊട്ടക്ട് their chastity and they should not let anyone you do not consent to without your permission. നിങ്ങളുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ത്രീകളെ അവരുടെ ചേസ്റ്റിറ്റി, അവരുടെ മാനം നിങ്ങൾ കാക്കണം. പിന്നെ നിങ്ങളുടെ അനുവാദം ഇല്ലാതെ ഒരാളുമായിട്ട് കല്യാണം എന്നുള്ളതാണ്. അതായത് ഇത് നിങ്ങളുടെ ഒരു കടമയാണ്. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേലുള്ള അവകാശമാണ്. അപ്പൊ ഇതിലെന്താ നെഗറ്റീവ് എന്താ? അതായത് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേലുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് അവരവരുടെ ചാരിത്രം സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഇതിൽ മൂപ്പരിക്കുന്ന പ്രശ്നമുണ്ടോ? പറയണം, എക്സ്പ്ലെയിൻ ചെയ്യണം പ്ലീസ്. അതായത് ഓക്കെ, ഒരു ഭർത്താവ് ഉണ്ടെങ്കിലും അത് ചാരിത്രം സൂക്ഷിക്കേണ്ടതില്ല എന്നാണോ? അതുപോലെ തന്നെ നിങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ മറ്റൊരാളെ നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റാം എന്ന് വെച്ചാൽ ആ രൂപത്തിലുള്ളൊരു ബന്ധങ്ങൾ പാടില്ല എന്നാണ്. അതെന്താ പ്രശ്നം? അത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയാണ് വേണ്ടത്. അല്ലാതെ പിന്നെ ഇയാൾ അതിനെ എന്തൊക്കെയോ പറഞ്ഞ് എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. It is your duty to provide them with food and clothing within reasonable and well-known measures. അത്യാവശ്യം വസ്ത്രവും ആഹാരവും ഒക്കെ സ്ത്രീകൾക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ ചുമതലയാണ്. ഇതിനകത്ത് തന്നെ ഉണ്ട് എത്ര സ്ത്രീവിരുദ്ധമായ ഒരു സംഗതിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സംരക്ഷണയിൽ കഴിയേണ്ടുന്നത് സ്ത്രീയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. സ്ത്രീക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും
എന്താ പറയാ പ്രശ്നമുള്ള ഒരു സ്ത്രീ വിരുദ്ധമായ കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം ഇവരീ ശരിയാണ്, ഇവരീ പറയുന്ന ഒരു ഈക്വൽ എന്നുള്ളതല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സ്ത്രീക്ക് സ്ത്രീകളുടേതായ അവകാശം, പുരുഷന് പുരുഷന്റേതായ അവകാശങ്ങൾ എന്നുള്ളതാണ്. അതിൽ ഇക്വാലിറ്റി അല്ല, മറിച്ച് രണ്ടിന്റെയും പ്രകൃതം അറിഞ്ഞുകൊണ്ടുള്ള മൂല്യം കൊണ്ട് ഇസ്ലാം ഈക്വൽ ആയിട്ടാണ് രണ്ടുപേരും കൺസിഡർ ചെയ്യുന്നത്. ആണിന്റെയും പെണ്ണിന്റെയും മൂല്യം പടച്ചവന്റെ മുമ്പിൽ ഈക്വൽ ആണ്. പക്ഷെ പ്രകൃതം കൊണ്ട് വ്യത്യസ്തത ഉള്ളത് കൊണ്ട് അവർക്കുള്ള കടമകളും കടപ്പാടുകളും വ്യത്യാസം. അപ്പൊ അതിൽ പെട്ടതാണ് എന്ത്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന് അവന്റെ മേലുള്ള ബാധ്യതയാണ് ഇവിടെ ഈ പറഞ്ഞതുപോലെ പിന്നെ ഭാര്യക്കുള്ള ഈ വസ്ത്രവും ഭക്ഷണവും അവൻ കൊടുക്കൽ നിർബന്ധമാണ്, അത് അവന്റെ ബാധ്യതയാണ്. എന്നാൽ സ്ത്രീയുടെ മേൽ ആ ഒരു ബാധ്യതയില്ല. ഇപ്പോൾ ജോലിക്ക് പോയി സമ്പാദിച്ച് കുടുംബത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പുരുഷന്റെ ബാധ്യതയാണ്, സ്ത്രീക്ക് ബാധ്യതയില്ല. അപ്പം അത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, സ്ത്രീ ഓൾറെഡി മറ്റ് ചില ബാധ്യതകൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പോൾ പുരുഷൻ ഒരിക്കലും ഏറ്റെടുക്കാൻ പറ്റാത്ത ഈ പിന്നെ ഗർഭധാരണം, മുലയൂട്ടൽ പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും പുരുഷനെ ഏൽപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ ബയോളജിക്കലി ഓൾറെഡി സ്ത്രീ ബാധ്യതകൾ കൊണ്ടുനടക്കുന്നുണ്ട്. പുരുഷനെ അസിസ്റ്റ് ചെയ്യുകയോ പുരുഷന് എന്തെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ പറ്റാത്ത വെറും മാനസിക പിന്തുണ കൊടുത്തിട്ടോ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടോ മാത്രം ഭാഗമാക്കാൻ പറ്റുന്ന പൂർണ്ണമായും സ്ത്രീക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ബാധ്യതകളാണത്. അപ്പൊ അവിടെ അങ്ങനെ ചില അമിത ബാധ്യതകൾ സ്ത്രീ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനി കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്വം എന്ന് പറയുന്ന ബാധ്യതയും ഇപ്പൊ നമുക്ക് ഇക്വാലിറ്റിക്ക് വേണ്ടി 50-50 ആക്കാൻ വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക, ഓൾറെഡി അമിത ബാധ്യതയുള്ള സ്ത്രീക്ക് പിന്നെയും ബാധ്യത വന്നു, പുരുഷന് കുറച്ച് ബാധ്യത കുറഞ്ഞു കിട്ടി. അപ്പൊ അവിടെയാണ് ഇസ്ലാം പറയുന്നത്, ഓൾറെഡി സ്ത്രീ കുറച്ച് ബാധ്യതകൾ ചെയ്യുന്നുണ്ട്, ഈ സാമ്പത്തിക ഉത്തരവാദിത്വം പുരുഷന്റെ മേൽ പൂർണ്ണമായും 100% കുടുംബത്തിന് വേണ്ടി ഉത്തരവാദിത്വം. അതിനർത്ഥം സ്ത്രീ ജോലിക്ക് പോകാൻ പാടില്ലെന്നോ സമ്പാദിക്കാൻ പാടില്ലെന്നോ അല്ല. സ്ത്രീക്ക് കുടുംബപരമായ സ്വത്തുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഒരു പരിധിയില്ല. ഇനി അതല്ല ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ഭർത്താവിന് 1 ലക്ഷം രൂപ ശമ്പളമുള്ളൂ, ഭാര്യക്ക് 1.5 ലക്ഷം രൂപ ഉള്ള ഭാര്യ എന്ന് പറഞ്ഞാൽ ഇണയാണ് ഇസ്ലാം പറയുന്നത്. ഇണക്ക് സ്ത്രീ ആയിട്ടുള്ള ഇണക്ക് 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി എടുക്കാൻ പറ്റില്ല ഇസ്ലാം പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു കുഴപ്പമില്ല. മാത്രമല്ല ആ 1.5 ലക്ഷം രൂപ സാലറി ഉള്ള ഭാര്യക്ക് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ല. 0 അവൾ ചെലവഴിക്കേണ്ട നിർബന്ധ ബാധ്യതയുള്ള തുക. അത് പിന്നെ സഹായിക്കാവുന്നതാണ്, ഭർത്താവിനെ സഹായിക്കുന്നതിന് ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു ബാധ്യതയായി ഇസ്ലാമികമായി അത് കൊടുക്കുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ സ്ത്രീക്ക് എംപവറിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. കാരണം എന്താ, അവൾക്ക് ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവൾ ബോധേഡാവേണ്ട കാര്യമില്ല, അത് പുരുഷനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അവളെ സംബന്ധിച്ചുള്ള ഒരു യഥാർത്ഥ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ പ്രിവിലേജ് ഇസ്ലാം ഏറ്റവും കൂടുതൽ സ്ത്രീക്കാണ്. പുരുഷനവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളത്. കാരണം പുരുഷന് ഫിക്സഡ് ആയിട്ട് ചെലവഴിക്കേണ്ട തുകകളും ഫിക്സഡ് ആയിട്ട് നിറവേറ്റേണ്ട ബാധ്യതകളും വ്യക്തമായിട്ട് ഇസ്ലാം കൊടുക്കുന്നുണ്ട്. അത് ഒരിക്കലും നിറവേറ്റാതിരിക്കാൻ പറ്റൂല. പുരുഷൻ സമ്പാദിക്കുന്ന വിഷയത്തിൽ പുരുഷന്റെ ആ സമ്പാദത്തിൽ പുരുഷന് അവകാശം ഉള്ളതുപോലെ സ്ത്രീക്ക് അവകാശമുണ്ട്, അവന്റെ ഇണക്ക് അവകാശമുണ്ട്, മക്കൾക്ക് അവകാശമുണ്ട്, മാതാപിതാക്കൾക്ക് അവകാശമുണ്ട്. ഇവർക്കെല്ലാം അവകാശപ്പെട്ട തുകയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പുരുഷൻ ചെയ്യുന്നത് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. നീ സ്ത്രീ സമ്പാദിക്കുന്നുവെങ്കിലോ അത് അവളുടെ മാത്രമാണ്. അവൾ കുടുംബത്തിന് വേണ്ടി പ്രയാസമുണ്ടെങ്കിൽ അവൾക്ക് ചെലവഴിക്കാം. ആ ചെലവഴിക്കൽ പോലും അവളുടെ സ്വതക്കയാണ്, അഥവാ അവൾ ദാനം ചെയ്യുന്നതാണ്. അവൾ നിർബന്ധ ബാധ്യതക്ക് അപ്പുറം ചെയ്യുന്ന എക്സ്ട്രാ കാര്യമാണത്. ഇതിനേക്കാൾ ഫിനാൻഷ്യൽ പ്രിവിലേജ് വേറെ എവിടെ കാണാൻ കഴിയുക? ഒപ്പം തന്നെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താ, ചെയ്യാനും ചെയ്യാതിരിക്കാനും പറ്റുന്നതാണ്. പുരുഷന് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ല എന്ന് പറയാനുള്ള കാരണം, പുരുഷന് ഫിനാൻഷ്യലി എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കാൻ, സമ്പാദിക്കാതിരിക്കാൻ ഉള്ള ഓപ്ഷൻ ഇല്ല. സ്ത്രീക്ക് സമ്പാദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, സമ്പാദിക്കാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പുരുഷന് എങ്ങനെയെങ്കിലുമൊക്കെ ചെലവഴിക്കാൻ പറ്റൂല, ഈ ഫിക്സഡ് ആയിട്ടുള്ള വഴിയിലൂടെ ചെലവഴിക്കാൻ പറ്റുള്ളൂ. സോ പുരുഷന്റെ ഫിനാൻഷ്യൽ ഫ്രീഡം ഭയങ്കര ലിമിറ്റഡ് ആണ്. സ്ത്രീക്ക് ഫ്രീഡമാണ് അവിടെ. കാരണം അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഹലാലായ രീതിയിൽ ഇസ്ലാം അനുഭവിച്ച രീതിയിൽ ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കാം. ഇപ്പോൾ പുരുഷന് ഒരു പക്ഷേ ഒരുപാട് എമൗണ്ട് ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടാവില്ല, അത് നിർബന്ധിത ബാധ്യത വേറെ ഉള്ളത് കൊണ്ട് ചാരിറ്റിക്ക് വേണ്ടി ഒരുപാട് എമൗണ്ട് മാറ്റിവെക്കാൻ പറ്റില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പരലോകത്ത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യം ചാരിറ്റി. ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാം, അവൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട്, അവളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള എമൗണ്ട് എന്ത് ചെയ്യാം, ചാരിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് അത്രയും വിശാലമായിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുന്നതും ഇത് വെറും തിയറിയിൽ മാത്രമല്ല. കാരണം ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഒക്കെ കീഴിൽ, അല്ലെങ്കിൽ ഇസ്ലാമിലെ ആദ്യ തലമുറകളുടെ ആ ഒരു സമയത്തൊക്കെ മുസ്ലിം സ്ത്രീകളാണ് ഈ സക്കാത്തിന്റെ വിഷയത്തിൽ, വഖഫിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ ചാരിറ്റിയുടെ വിഷയത്തിലൊക്കെ വളരെ മുന്നിലുണ്ടായിരുന്നത്. കാരണം അവർക്ക് ഓൾറെഡി ഈ പറഞ്ഞ ബാധ്യതകളില്ലാതെ സമ്പാദിക്കാൻ അവർക്ക് പറ്റുമായിരുന്നു. പുരുഷൻ എപ്പോഴും ബാധ്യതകളോടുകൂടിയേ സമ്പാദിക്കാൻ പറ്റുള്ളൂ. പിന്നെ അവൾക്ക് റെസ്റ്റ് എടുക്കുന്നത് ഭയങ്കര സംഭവമാണ്, ഭയങ്കര വലിയ കാര്യമാണ്. കാരണം ശാരീരികവും മാനസികവും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പുരുഷന് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, അവന് ഫിനാൻഷ്യൽ ബാക്ക് ഉണ്ടെങ്കിൽ അവന് പ്ലാൻ ചെയ്തിട്ട് ബ്രേക്ക് ഒക്കെ എടുക്കാം കേട്ടോ. കരിയർ ബ്രേക്ക് എടുക്കുന്നതിന് ഇസ്ലാം എതിരാന്നല്ല. ഇപ്പോൾ ഒരുപാട് അത്യാവശ്യം ശമ്പളമൊക്കെ ആൾക്കാണെങ്കിൽ സേവ് ഒക്കെ ചെയ്ത് ഒരു 2 വർഷം ബ്രേക്ക് എടുക്കാം, അതല്ല പറയുന്നത്. പക്ഷെ അവന് സമ്പാദ്യം ഇല്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് പുരുഷന് സാധ്യമല്ല, പറ്റൂല.
സ്ത്രീക്ക് എന്ത് ചെയ്യാം, അതാക്കുവാണെങ്കിൽ. അത് വേണമെങ്കിൽ അവൾക്ക് ഓപ്റ്റ് ചെയ്യാം. യെസ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം സ്ത്രീകളുടെ വിഷയത്തിൽ ഇപ്പം ലോകത്തിൽ തന്നെ മോഡേൺ ലോകത്തിൽ തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഓഫ് കറാവിയീൻ, ഒരു ഫാത്തിമ അൽ ഫിഹരി എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയാണത് സ്ഥാപിച്ചത്. അങ്ങനെ ഒരുപാട് വഖഫുകളും അതുപോലെ തന്നെ മദ്രസകളും പിന്നെ യൂണിവേഴ്സിറ്റികളൊക്കെ മുസ്ലിം സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. എന്തുകൊണ്ട് അവർക്ക് അത് പോസിബിൾ ആകുന്നു? അവർക്ക് സമ്പാദിക്കാൻ പറ്റും, അറ്റ് ദ സെയിം ടൈം അവർക്ക് ബാധ്യതകളില്ല. അപ്പോൾ ഇത് എന്നാൽ പുരുഷനാകട്ടെ ബാധ്യതകളോടുകൂടിയേ സമ്പാദിക്കാൻ പറ്റുള്ളൂ, സ്ത്രീക്ക് ബാധ്യതകളില്ലാതെ സമ്പാദിക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അത് ഓക്കെ, ഒരു ഇക്വാളിറ്റിയുടെ പ്രതലത്തിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനോട് യോജിപ്പോ വിയോജിപ്പോ എന്നുള്ളത് പോട്ടെ. പക്ഷെ ഇസ്ലാം കണ്ട ആ ഒരു കുടുംബ സംവിധാനവും അതിന്റെ ഒരു രീതിയും അറ്റ്ലീസ്റ്റ് അത് അക്നോളജ് ചെയ്യുക എന്നുള്ളതുണ്ടല്ലോ, അതുമില്ല. അതിനെ മോക്കിയെന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധമായിട്ട് അതിനെ അവതരിപ്പിക്കാന്നുള്ളതാണ്. സ്ത്രീകൾക്ക് അത്രയും പ്രിവിലേജ് ഉള്ള ഒരു ഓപ്ഷനെ. ഓക്കെ, ഇനി അടുത്തിലേക്ക് പോവാം. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഇന്ന് നാശം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യം ഇതിനകത്തുണ്ട്. ഒന്ന് പുള്ളി പറയുന്നുണ്ട്, ഒരു വലിയൊരു സംഗതിയായിട്ട് അവതരിപ്പിക്കുന്നതാണ്. മൈ കമ്പാനിയൻസ് ഡോണ്ട് ടോർച്ചർ യുവർ സെൽഫ് ഈദർ, യുവർ ഈഗോ ഈസ് ഓൾസോ റൈറ്റ് ഓവർ യു, എവരിവൺ ഈസ് ഓൺലി റെസ്പോൺസിബിൾ ഫോർ their own crimes. ഓരോരുത്തരും അവരവരുടെ കുറ്റങ്ങൾക്ക് മാത്രമാണ് ഉത്തരവാദികൾ. neither the father nor the son can be held responsible for another's crime. ഇത് നമ്മുടെ എസൻസിന്റെ ഒരു മുദ്രാവാക്യത്തോട് യോജിച്ചു പോകുന്ന കാര്യമില്ല. മുഹമ്മദ് നബി എസൻസിന്റെ മുദ്രാവാക്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കളക്റ്റീവ് പണിഷ്മെന്റ് പാടില്ല, കളക്റ്റീവ് റിവാർഡ് പാടില്ല. ഒരാൾ ചെയ്യുന്ന കുറ്റത്തിന് ശിക്ഷ അയാളെ ഏറ്റെടുക്കണം, ഒരാൾ ചെയ്യുന്ന നേട്ടത്തിന്റെ ഫലം അയാൾക്കുള്ളതാണ്, അല്ലാതെ ആ സമൂഹത്തെ മുഴുവൻ അതിനുവേണ്ടി ശിക്ഷിക്കുകയോ. 2025 രവി ഇൻവെന്റ് ചെയ്ത പുതിയൊരു കാര്യമായിരുന്നു. അപ്പൊ അത് എങ്ങനെയൊക്കെയോ ഹദീസിൽ പെട്ടുപോയി എന്നുള്ളതാണ്. രവി ഇപ്പം എസൻസിന്റെ മുദ്രാവാക്യമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ആലോചിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു മാനവികമായ സിദ്ധാന്തം മുഹമ്മദ് നബി മുഹമ്മദ് നബി കട്ടെടുത്തു പണ്ട്. അതിലുള്ള ഒരു മുദ്രാവാക്യം മുഹമ്മദ് നബി എടുത്തിട്ടുള്ള ഒരു പ്രയാസം. അതായത് ഒരാൾ ചെയ്യുന്ന തിന്മകൾക്ക് അയാൾ മാത്രമാണ് ഉത്തരവാദി എന്നുള്ളത്, അല്ലാതെ ഞാൻ ചെയ്ത പ്രവർത്തിക്ക് എൻ്റെ ഉപ്പയോ എൻ്റെ മകനോ ഉത്തരവാദി ആകില്ല എന്നുള്ള ഒരു കാര്യം മൂപ്പര് കണ്ടെത്തി. പക്ഷെ എങ്ങനെയോ അത് മുഹമ്മദ് നബി കട്ടെടുത്തു. അതാണ് സംഭവിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനം കൊടുത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, ട്രൈബൽ ആകാതിരിക്കുക, ഗോത്രീയമായി ചിന്തിക്കാതിരിക്കുക. ഇത് ഈ ഒരു സംഗതി അറാഫ പ്രസംഗത്തിൽ പറഞ്ഞു, എവരിവൺ ഈസ് ഓൺലി റെസ്പോൺസിബിൾ their own crimes, neither the father nor the son can be held responsible for another's crime എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര ഐതിഹാസികമായ ഒരു സാധനമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെയും സോഴ്സ് വളരെ വീക്കാണ്. ഇത് എവിടുന്ന് കിട്ടുന്നു? താങ്കൾ എങ്ങനെയാണ് ഇത് പറയുന്നത്? ഒരു റെഫറൻസും ഇല്ലാതെ ഒന്നും നോക്കാതെ അങ്ങ് പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ ഇത് വരാൻ പാടില്ല, സോ ഇത് വീക്കാണ്. ഇത് എവിടെ പറയുന്നത് അറിയോ? അപ്പം നമ്മൾ ഇസ്ലാമിന്റെ സോഴ്സുകളുടെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എന്താ പറയാ പ്രമാണങ്ങളുടെയും നമ്മൾ ചരിത്രം അന്വേഷിക്കുന്നതിന്റെയും ഏറ്റവും ഒതന്റിക് സോഴ്സിന്റെ നേരെ പറഞ്ഞല്ലോ, ഖുർആന്, സുന്നത്ത്, പിന്നെയാണ് ഹദീസുകളുടെ ബാക്കി വീക്കായിട്ടുള്ള കാര്യങ്ങളും സീറകളൊക്കെ വരുന്നത്. ഇത് പറയുന്നത് എവിടെ അറിയോ? ഖുർആനിലാണ്. അറഫ പ്രസംഗത്തിൽ മാത്രമല്ല, ഖുർആനിലാണ് എന്ത് പറയുന്നിട്ടുള്ളത് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഒരുപാട് സ്ഥലത്ത്. സൂറത്ത് അൻആം 164 ആയത്ത്, വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, അതായത് ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കുകയില്ല. സൂറത്ത് ഇസ്ര 15 ആയത്ത്, അതുപോലെ തന്നെ സൂറത്ത് ഫാത്തിർ 18 ആയത്ത്, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ പറഞ്ഞ ഈ ആയത്ത് തന്നെ 2 തവണ ഖുർആൻ പറയുന്നുണ്ട്, ഒരേപോലെ 2 തവണ ഖുർആൻ പറയുന്നുണ്ട്. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ എന്നുള്ളത് അതേ സെന്റൻസ് ആവർത്തിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഫാത്തിർ 18 ആയത്ത്, നജ്മ് 38-39 ആയത്തുകൾ, ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഹദീസുകളിലും ഇതേ ആശയം ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇയാളെ സംഭവം എന്താ? ഒന്ന് ഹജ്ജത്തുൽ വിദായിൽ ഇത് കാണുമ്പോൾ ഇയാളടക്കം അക്നോളജ് ചെയ്തിട്ടുള്ള ഒരു ആശയമാണ്, ഇവൻ എസൻസ് അത് മുദ്രാവാക്യാക്കി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്രയും റെലവൻസ് ഉള്ള ഒരു ആശയമാണ് എന്നുള്ളത് ഇയാൾക്ക് തന്നെ അറിയാം. അതിനെ മോക്ക് ചെയ്യാൻ ഒന്നും ഇല്ല എന്നും അറിയാം. അപ്പൊ എന്ത് ചെയ്തു? അത് വീക്കായിരിക്കാം. എന്താലേ വീക്കായിരിക്കാന്നല്ല, വീക്കാണ്. കോൺഫിഡൻസ് അതില് രവിനെ നമ്മൾ സമ്മതിച്ചാൽ മതി. എങ്ങനെയാണ് ഇത് മനുഷ്യൻ സാധിക്കുന്നത്? ഇത് ഞാൻ മനസ്സിലാക്കാൻ വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ പ്രിപ്പറേഷൻ നടത്തുക. നിങ്ങൾക്ക് തരുന്ന എന്തെങ്കിലുമൊക്കെ ടീ ഒക്കെ തരുന്നുണ്ടാവല്ലോ, അല്ലെങ്കിൽ ആ വന്നിരിക്കുന്ന ആളുടെ ടൈമുകൾക്ക് കുറച്ച് മൂല്യം ഉണ്ടാവല്ലോ, അറ്റ്ലീസ്റ്റ് ക്യാഷിന്റെ മൂല്യങ്ങളും ഉണ്ടാവല്ലോ. വെറുതെ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലോ, അവർക്ക് ചെറിയ മൂല്യം കൊടുക്കുക. കുറച്ചെങ്കിലും വായിച്ചു പോ, കുറച്ച് ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ എന്താ പറയാ പ്രമാണങ്ങൾ എടുത്തോ പുസ്തകങ്ങൾ എടുത്തോ വായിക്കണം എന്ന് പറയുന്നില്ല. ജസ്റ്റ് AI ചാറ്റ് ബോട്ടുകളോട് ചോദിച്ചാൽ അറിയുന്ന ഫാക്ച്വലും അക്കാദമിക്കലും ആയിട്ടുള്ള കാര്യങ്ങളാണിത്. ഇത് പേഴ്സ്പെക്റ്റീവുകളല്ലല്ലോ, ഫാക്ച്വൽ ആണല്ലോ, റെഫറൻസ് ഉണ്ടോ, ഒതന്റിക് ആണോ, സിമ്പിൾ കാര്യങ്ങളാണല്ലോ. അവിടെയെങ്കിലും ചോദിച്ചു പോ, കുറച്ച് മാന്യത കാണിക്ക്, അറ്റ്ലീസ്റ്റ് ചെറിയ മാന്യത കാണിക്ക്. പ്രൊഫസറെന്നും മറ്റൊക്കെ പേരിന്റെ ഒപ്പം ഇടുന്നത് കൊണ്ട് മാന്യത വരണമെന്നില്ല. പച്ചക്കള്ളം ഇത്തരത്തിൽ സംസാരിക്കുന്നത് ഒരിക്കലും ഇത്തരം ഒരു കുറച്ചാളുകൾ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രവാചകന് ചേർന്നല്ല. നിങ്ങൾ അവർക്കോ ആ ദൗത്യത്തിനോ ആ ചെയ്യുന്ന കാര്യത്തിനോ ഒരു മൂല്യം കൊടുക്കുന്നില്ലാണ് അതിനർത്ഥം. പക്ഷെ എന്താണ് ഖുർആൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല. ഖുർആൻ നേരെ തിരിച്ചാ പറയുന്നത്. ഉദാഹരണമായിട്ട് മകൻ പറഞ്ഞപ്പോ പറഞ്ഞിട്ടോ എന്നുള്ളത് ഇപ്പൊ പറഞ്ഞു. ഒരുപാട് ആയത്തുകൾ ഇതേ ആശയം പല ആയത്തുകളിൽ പറയുന്നുണ്ട്. പക്ഷെ ഇയാളെന്താ വെച്ചാല് ഓൾറെഡി ഖുർആനെ കുറിച്ച് അഥവാ
ഒരു 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 മനുഷ്യന് ആ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അവന് സാധ്യമായതോ അല്ലാതെ അവനെ ഏൽപ്പിക്കൂല. അഥവാ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനും ബാസിൽക്ക് ജ്യേഷ്ഠ അനിയനാണെന്ന് വിചാരിക്കാം. അപ്പോൾ ബാസിൽക്കയെ തിന്മയിൽ നിന്ന് തടയുക എന്നുള്ളത് എനിക്ക് അസാധ്യമാണെങ്കിൽ അതെന്നെ ഏൽപ്പിച്ച കാര്യമല്ല. അഥവാ എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഒന്നും എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഈവൻ ഈ സമൂഹത്തിൽ തിന്മകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അതേ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അല്ലാതെ സമൂഹത്തിൽ തിന്മ നടക്കുന്നതുകൊണ്ട് ഞാൻ നേരത്ത് പോകില്ല, എൻ്റെ ഉപ്പ തിന്മ ചെയ്യുന്നുള്ള നേരത്ത് പോകില്ല, എൻ്റെ സഹോദരൻ തിന്മ ചെയ്യുന്നുള്ള നേരത്ത് പോകില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടികൾ എന്തോ അത് മാത്രമേ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അല്ലേ പോട്ടെ, ഈ അതേ സെന്റൻസ് പറയുന്ന എന്നുള്ളത് അതേ സെന്റൻസ് 2 തവണ ഖുർആൻ ആവർത്തിക്കുന്ന കാര്യമാണ്. അപ്പൊ അതേ സെന്റൻസ് ഉണ്ടായിരിക്കുകയാണ് ഇയാൾ പറയുന്നത് ഖുർആനിന് വിരുദ്ധം. കാരണം എന്താ, ഇയാൾ ഖുർആനിനെ കുറിച്ച് എന്തോ നെഗറ്റീവായി വേറെ എവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. അത് ഉള്ളത് കൊണ്ട് ഇത് വീക്കാണെന്ന്. എന്താണ് ചങ്ങാതി? അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ ഫെയ്ത്തിൽ നിന്ന് മാറുകയാണ് നിൽക്കട്ടെ, ദീനിൽ നിന്ന് മാറുകയാണ് നിൽക്കട്ടെ, മാതാപിതാക്കളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ എൻ്റെ ഫാമിലി സഹിതം നരകത്തിൽ പോകുന്നതാണ്. എവിടെ? ഓക്കെ, രവിക്കുള്ള $1 million എന്താ ഓഫറാണ് ഈ കാര്യം ഖുർആനിൽ കാണിച്ചെന്നാൽ. ഇതൊന്ന് ആലോചിച്ചേക്ക്. ഇത് ഞാൻ പറയുന്നത് മുസ്ലിം ആകണ്ട, ഇസ്ലാമിനെ കുറിച്ചൊരു ഏതെങ്കിലും ഒരു മദ്രസന്റെ ഒരു 1 കിലോമീറ്റർ അപ്പുറത്തൂടെ നടന്നു പോയ പാലൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ? കാരണം എന്താ, ഇത് നൂഹ് നബി എന്ന് പറയുന്ന ഒരു നബിയെ കുറിച്ച്, ലൂത്ത് നബി എന്ന് പറയുന്ന നബിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നൂഹ് നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ, ഭാര്യ അഥവാ ഈണ, അതേപോലെ തന്നെ മകൻ, ഇവരെല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാരും വിശ്വസിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങ് പ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഏതെങ്കിലും മുസ്ലിം സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല, പ്രവാചകന്മാർ പോലും. അപ്പൊ ഇബ്രാഹിം നബി, അബ്രഹാം, അതെന്ന് മൊത്തം ക്രിസ്ത്യൻ, ജൂത, ഇസ്ലാം മതങ്ങളുടെ ഒക്കെ പിതാവായിട്ട് അറിയപ്പെടുന്ന അബ്രഹാം പിതാവ് അല്ലെങ്കിൽ ഇബ്രാഹിം നബി, അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവ് വിഗ്രഹാരാധകനായിരുന്നു, വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഇത് പ്രവാചകന്മാർക്ക് പോലും അവരുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഉപ്പ വിശ്വസിക്കണം, മകൻ വിശ്വസിക്കണം എന്നൊരു ബാധ്യതയില്ല. അങ്ങനെ ആരെങ്കിലും അങ്ങനെ അവിശ്വസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിശ്വാസം ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ തിന്മകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ പേരിൽ മാതാപിതാക്കൾ അതിൽ അവർ നരകത്തിൽ പോകുമെന്ന് എവിടെയുമില്ല. എന്നാൽ അതേ സമയത്ത് ഇസ്ലാം പറയുന്നത് എന്താ, അത് നന്മയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതിൽ പാരന്റ്സിനൊരു നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെയും നിങ്ങളുടെ അഹ്ലുകാരെയും നിങ്ങളുടെ കുടുംബക്കാരെയും എൻഷുർ ചെയ്യണം നരകത്തിൽ പോകുന്നില്ല എന്നുള്ളത്. ദാറ്റ് മീൻസ് ട്രൈ ചെയ്യണം പരമാവധി. നമ്മളുടെ 4 കുറേ ആളുകൾ അത് സിമ്പിൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ക്ലാസ്സിൽ ഒരു പഠിക്കുന്ന കുട്ടിയോട് ടീച്ചർ പറയുകയാണെന്ന് വിചാരിച്ചോ, നീ നിന്റെ കൂട്ടുകാരെ കൂടെ പരീക്ഷയ്ക്ക് തോൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണോന്ന് പറയുകയാണെങ്കിൽ അർത്ഥം ഈ കൂട്ടുകാരൻ തോറ്റെങ്കിൽ ഈ ഇവനും തോൽപ്പിക്കുന്നതാണോ? അല്ലല്ലോ. ഒരു മ്യൂച്വൽ എന്താ പറയാ കൺസേണിന്റെ പരസ്പരമുള്ള ഒരു സഹകരണവും കടപ്പാടും അതിൻ്റെയൊക്കെ ഒരു വാല്യൂ പറയാണ്. നിങ്ങളുടെ കുടുംബക്കാർ നരകത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെ അതിനോട് ഉറപ്പുവരുത്തണം, ശ്രമിക്കണം. നിങ്ങളുടെ പരിധിയിലുള്ള ആളുകളെ നരകത്തിന്റെ വഴിയിൽ നിന്ന് മാറ്റണം, അകറ്റണം. അതിനർത്ഥം അവർ പോകുന്നുവെങ്കിൽ നിങ്ങളെ കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോയിടുന്നല്ല. ഈ വ്യക്തി ഇത് എവിടെ നിന്നാണോ കണ്ടത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ടുക തന്നെ നമുക്ക് വലിയൊരു ഉപകാരമാകും. കാരണം ഇതുവരെ കാണാത്തൊരു ആയത്താണ്. മാത്രമല്ല പിന്നെ മതത്തിന്റെ പേരിൽ ബലാത്കാരം ഇല്ല എന്നുള്ള ഖുർആൻ ആയത്ത് തന്നെ സ്വന്തം പിതാവ് മകൻ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. ബലാത്കാരം ചെയ്യരുത് എന്ന് പറയുന്നത് സ്വന്തം മകന്റെ വിഷയത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഖുർആനെ കുറിച്ചാണ് വെറുതെ തട്ടിവിടുക തന്നെ. ആരിഫ് ഹുസൈൻ എന്തുകൊണ്ടാണ് അവർ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരിക്കുന്നത്? ആരിഫ് ഹുസൈൻ ഫെയ്ത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രശ്നമായി. നല്ല റെഫറൻസ്. ആരിഫ് ഹുസൈന്റെ എടുക്കരുത്, ലൂത്തിനെ എടുക്കരുത്, എടുക്കേണ്ട മനസ്സിലാറിയാം. ആരിഫ് ഹുസൈന്റെ മാതാപിതാക്കൾക്ക് വിഷമം ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. കാരണം ഒരു നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ആർക്കും ഉപകാരം ഇല്ലാത്ത വെറുപ്പുൽപാദകനായിട്ട് മകൻ മാറുമ്പോൾ വിഷമം ഉണ്ടാവുക എന്നുള്ള സ്വാഭാവികം. മാത്രമല്ല, ഇപ്പോ ഒരു മകൻ നരകത്തിന്റെ വഴിയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു വഴിയിലേക്ക് പോകുന്നത് കാണുമ്പോൾ ആ മകന്റെ ഉമ്മാക്ക് എന്തൊക്കെയാണെങ്കിലും മകനാണ്. നമ്മൾ ഒരിക്കലും ഉമ്മയുടെ ഇമോഷനോ ഒന്നും ഒരിക്കലും എന്താ പറയുക മോശമോ തെറ്റോ ആയിട്ട് പറയുന്നില്ല. മകനാണ്. അതുപോലെ തന്നെ സഹോദരിക്ക് സഹോദരനാണ്, ഉപ്പക്കും മകനാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തമായൊരു ബോധ്യം ഉണ്ടാവുമല്ലോ, ഈ മകൻ പോണത് ശരിയായിട്ടുള്ള വഴിയിലല്ല. അവസാനം എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രയാസകരമായ പര്യവസാനമായിരിക്കും. ഇവൻ എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ഇവൻ എന്തൊക്കെ തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ അക്രമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ചോരയാണ്, അല്ലെങ്കിൽ എനിക്ക് അത്രയും അടുത്തൊരാളാണ്. സോ അവൻ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക അത്രയും പ്രയാസകരമായിട്ടുള്ള കോൺസിക്വൻസ് അനുഭവിക്കാൻ പോകുന്നു എന്ന എൻ്റെ ബോധ്യം എന്നിൽ വിഷമം ഉണ്ടാക്കും. ആ വിഷമമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു മുസ്ലിമിന്റെ ചിന്ത ഒരു പക്ഷേ ഇതേപോലെ ഒരു സ്വർഗത്തിൽ പോവുക എന്നുള്ളത് മുസ്ലിമിന്റെ ഒരു ബോധ്യമാണ്, നരകത്തിൽ പോകുക എന്നുള്ള ഒരു ബോധ്യമാണ്. അപ്പൊ അതേപോലെ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ ഭൗതിക ലോകത്തുള്ളത് എടുക്കാം. ഒരു കള്ളു കുടിക്കുന്ന ഒരു മകനെ കാണുമ്പോൾ ഒരു മാതാവിന് ചിലപ്പം ആ കള്ളുകൂടിയൊക്കെ ഒരു കോൺസിക്വൻസ്, ആ അഡിക്ഷൻ്റെ ഒക്കെ ഒരു കോൺസിക്വൻസ് അറിയുന്ന അമ്മക്ക് അല്ലെങ്കിൽ ഉമ്മക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ലേ? അത് എന്തുകൊണ്ടാ?
അതിന്റെ കാരണം എന്ന് പറയുന്നത് മകൻ പോകുന്ന വഴി ശരിയല്ല എന്ന് അമ്മക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. ആ വിഷമം തന്നെയാണ് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നോ അല്ലെങ്കിൽ യഥാർത്ഥ ശരിയുടെ പാതയിൽ നിന്നോ വഴിതെറ്റി മകൻ സഞ്ചരിക്കുന്നു എന്ന് കാണുമ്പോൾ ഉമ്മക്കും ഉപ്പൊക്കെ ഉണ്ടാവുന്നത്. അത് സ്വാഭാവികമാണ്. അത് അവരുടെ ബോധ്യത്തിലുള്ള കാര്യമായതുകൊണ്ടാണ്. അതിനർത്ഥം മകൻ തെറ്റിയതുകൊണ്ട് ഇവരെല്ലാവരും നരകത്തിൽ പോകുന്നു അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിൽ ഇല്ല രവിയെ. അങ്ങനെ ഒരു സംഭവം ഇല്ല. വെറുതെ തട്ടിവിടല്ലേ എന്ന് പറയുന്ന മെയിൻ സാഹിത്യമുള്ളപ്പോഴാണ് ഒരു സബ് ഇറങ്ങിയിരിക്കുന്നത്. എത്ര വലിയ ഹിപ്പോക്രസിയാണോ പ്രസംഗം. ഈ ഒരു വാദം ഞാൻ അംഗീകരിക്കുന്നു. എവരി വൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ their own crimes. ശരിയാണ്, നമ്മൾ പറയുന്ന കാര്യമാണ്. അത് കുറ്റം ചെയ്താൽ അയാളെ ശിക്ഷിക്കുക. അയാളുടെ അച്ഛനെ അമ്മയെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ കാശ്മീരിൽ ഒരാൾ ഒരു തീവ്രവാദം നടത്തി ചെല്ലി അയാളുടെ വീട് ഇടിച്ച് തകർക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അത് കളക്റ്റീവ് പണിഷ്മെന്റ് ആണ്. അത് ട്രൈബൽ ആണ്. അത് നീതി നിഷേധമാണ്. കാരണം സംഖ്യകൾക്ക് മറുപടി അറിയണം. അപ്പോൾ ഏതായാലും ആ കളക്റ്റീവ് പണിഷ്മെന്റ് തെറ്റാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ പിന്നെ ആ പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷേ അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണത്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എസെൻസിന്റെ ആ മുദ്രാവാക്യല്ലേ അത് നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് കടമെടുത്തതാണ് സഹോദര. അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ഏതാണെങ്കിലും ഇപ്പൊ ഹ്യൂമനിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മതം വേണ്ടെന്ന് പറഞ്ഞവരൊക്കെ അവരെടുക്കുന്ന മൂല്യങ്ങൾ ഒട്ടുമിക്ക മൂല്യങ്ങളും മതങ്ങൾ ഇവിടെ നൽകി പോയ മൂല്യങ്ങളിൽ നിന്ന് കടമെടുക്കുന്നതാണ്. സമൂഹത്തിലുള്ള മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ മതങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഒരു പരിധിക്കപ്പുറം അല്ലെങ്കിൽ അത്തരത്തിൽ ദൈവികമായ ഇടപെടലുകളിലൂടെ വ്യത്യസ്തമായ വഴികളിൽ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെ വന്ന മൂല്യങ്ങളാണ്. അതാണ് നിങ്ങൾ കടമെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ 2025 ഇൻവെന്റ് ചെയ്ത സാധനമാണ്. ഇത് എങ്ങനെയൊക്കെയോ നിങ്ങൾ എസെൻസ് എടുത്തത് കൊണ്ട് ഖുർആനിലില്ല, സീറയിലില്ല, ഹദീസിലില്ല, നിങ്ങളുടെ എസെൻസിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, ചില ആൾക്കാർ എസെൻസിലുള്ള നല്ലൊരു സാധനമൊക്കെ എന്ത് ചെയ്യാം അറഫ പ്രസാദത്തിൽ കൊണ്ടുപോയി ചേർക്കാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയി ചേർത്തു എന്നൊന്നും പറഞ്ഞേക്കല്ല മുത്തേ. കാരണം അത്രയും വ്യക്തമായി ഇസ്ലാമിൻ്റെ സോഴ്സുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഖുർആൻ്റെ റെഫറൻസ് ആണ് ഇവിടെ ഒന്നിലധികം തവണ സൂചിപ്പിച്ചിട്ടുള്ളത്. ഖുർആനിൽ പറയുന്ന കാര്യമാണ് ഒരാൾ മറ്റൊരാളുടെ കർമ്മത്തിന് എന്താ പറയുക ഭാഗമാവില്ല അല്ലെങ്കിൽ കർമ്മത്തിന് ഉത്തരവാദിയാവുകയില്ല. ഞാൻ എൻ്റെ കർമ്മത്തിന് ഉത്തരവാദിയാവും. എനിക്ക് കഴിയുന്നത് ഏൽപ്പിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും എന്നിൽ ചോദ്യം ചെയ്യപ്പെടില്ല. അത് മകനായിക്കോട്ടെ, മകളായിക്കോട്ടെ, പിതാവായിക്കോട്ടെ, മാതാവായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ആരുടെയും പ്രവർത്തനങ്ങൾക്ക് ഞാൻ റെസ്പോൺസിബിൾ അല്ല. ഓ പീപ്പിൾ, നോ പ്രോഫറ്റ് ഓർ അപ്പോസ്റ്റൽ വിൽ കം ആഫ്റ്റർ മീ ആൻഡ് നൗ എ ന്യൂ ഫെയ്ത്ത് വിൽ ബി ബോൺ. എനിക്ക് ശേഷം ഒരു പ്രവാചകനും വരാനില്ല, ഞാനാണ് അവസാനത്തെ പ്രവാചകൻ, ഞാൻ അവസാന പ്രവാചകൻ എന്ന് സ്വയം അദ്ദേഹം അവതരിപ്പിക്കണം. അപ്പൊ അതിനുശേഷം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനെ തട്ടുക. അപ്പൊ രവിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അപ്പൊ രവി ചന്ദ്രന്റെ നിലപാടെന്ന് പറഞ്ഞാൽ മുഹമ്മദ് വസ്ലമക്ക് ശേഷം അടുത്തൊരു പ്രവാചകൻ കൂടെ വരാനുണ്ട് എന്നാണ്. അതായത് ഇവിടെ പ്രവാചകൻ വരാനില്ല അതാണ് പറഞ്ഞത്. അത് പ്രവാചകൻ വന്നാൽ തട്ടിക്കളയുന്നുള്ളത് ഇയാളുടെ വക. അപ്പം എന്താണ് നിങ്ങളുടെ വാദം? പ്രവാചകനേ ഇല്ല എന്നല്ലേ? അല്ല, ഞാൻ അതാലോചിക്കണേ. ഇപ്പൊ നിങ്ങൾ പറയണ എന്താണ്, ഒരു പ്രവാചകൻ കൂടെ വരാണ്ടെന്നുള്ളോ അല്ലെങ്കിൽ ഇനിയും പ്രവാചകന്മാരെ പ്രതീക്ഷിക്കണം എന്നുള്ളതോ? അപ്പൊ അല്ല, ഓക്കെ. ഇപ്പൊ രവീന്ദ്രന്റെ വാദം എന്താ? പ്രവാചകന്മാരേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയണേ, അപ്പൊ ആരെങ്കിലും പ്രവാചകന്മാരായി വന്നാൽ തട്ടിക്കളയെന്നാണ് രവി പറഞ്ഞത് എന്ന് എനിക്കും പറഞ്ഞൂടെ? എന്താണ് അത് വെച്ചാൽ ഇല്ലാത്ത കാര്യമായിട്ട് പറയാം. അപ്പം ആൾക്കാർ കേൾക്കുന്നവരെന്താ വിചാരിക്കുക, തട്ടിക്കളയണം എന്നുള്ളതും ആ പറഞ്ഞ പ്രസംഗത്തിലുണ്ട് എന്ന് തോന്നിപ്പിക്കുക. അത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് എനിക്ക് ശേഷം പ്രവാചകന്മാരില്ല എന്നുള്ളത് മാത്രമാണ് രവി പ്രസംഗത്തിൽ നിന്നോ പ്രവാചകനിൽ നിന്നായിട്ട് കോട്ട് ചെയ്തത്. ശേഷമില്ല തട്ടിക്കളയുക എന്നുള്ളത് മൂപ്പരുടെ കയ്യിൽ നിന്ന് ഇടുന്നു. രവിയുടെ വിടവാങ്ങൽ പ്രസംഗമാണ്. അതെ, ഇതാണ് വലിയ അഹമ്മദിയാക്കളെയൊക്കെ ഈ പാകിസ്ഥാനിൽ ഇങ്ങനെ കൊന്ന് തള്ളുന്നതിന്റെ ഒരു കാരണം എന്താണ്? അവർ വേറെ പ്രവാചകനെ കൊണ്ടുവന്നു, മനസ്സിലായി? അവരുടെ പുതിയൊരു പ്രവാചകനെ കൊണ്ട് അങ്ങനെ ഒരാളെ ഇതാണ് ലാസ്റ്റ് ഷട്ടർ കഴിഞ്ഞ് ഇനി വേറെ കാര്യം നടക്കില്ല എന്ന് മുഹമ്മദ് ഈ പ്രസംഗത്തിൽ പറഞ്ഞു എന്നുള്ളതാണ്. ഈ മുഹമ്മദ് ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നുള്ള പല പ്രശ്നങ്ങളെയും കാരണം. ഇനി വേറെ കൂടി പറയുണ്ടായി, ഐ ലീവ് ബിഹൈൻഡ് മീ 2 things. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ബാക്കി വരുന്നത് മക്കളെ. എന്താണ്? ദ ഖുർആൻ ആൻഡ് മൈ സുന്ന. ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം, അതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ പിന്നെ സ്വഹീഹാണോ എന്നുള്ള കാര്യത്തിൽ മുമ്പിക്ക് സംശയമൊന്നുമില്ല. കാരണം എന്താ, ഇതൊക്കെ നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതൊന്നും മുപ്പർക്ക് പ്രശ്നമില്ല. വീക്ക് ആണോ എന്നുള്ള ചെക്കിംഗ് ഒക്കെ ബാക്കി എല്ലാം വീക്കുകൾ, എസൻസ് കടമെടുത്ത് കട്ടെടുത്ത് എഴുതിയ കുറച്ച് കാര്യങ്ങൾ. മറ്റൊന്ന് സുന്ന, എന്റെ ജീവിതചര്യകൾ, ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തോ അത് നിങ്ങൾ പാലിക്കുക. ഈ 2 കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഈ ചര്യകൾ എല്ലാവരും പാലിക്കുന്നത്. അതിന്റെ പ്രശ്നം പറയുന്നേ, ഓക്കെ, അന്നത്തെ ചര്യകൾ എല്ലാം കൂടെ അതേപോലെ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വലിയ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് പ്രശ്നം? പറഞ്ഞില്ല, അറിയാലോ എന്ന് പറഞ്ഞ് പോയി. സ്റ്റാൻഡപ്പ് കോമഡിയുടെ നിലവാരത്തിനപ്പുറത്തേക്ക് രവി ഉയരുന്ന ഒരു 10 സെക്കൻഡ് നിങ്ങൾ കാണിച്ചൊരു സഹോദരങ്ങൾ എവിടെയെങ്കിലൊക്കെ. And if you follow these, you will never go astray. നിങ്ങൾ അതെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഖുർആനെയും സുന്നയെയും പിടിച്ചു പോകാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നാശത്തിലേക്ക് പോകില്ല എന്നാണ്. ഇനി വേറെ കാര്യം, ഇതിനകത്ത് ഏറ്റവും വലിയൊരു മഹാത്മയുടെ വാഴ്ത്തുന്നതാണ്, എന്താ പറയാ, അറബ്സ് ഹാവ് നോ സുപ്പീരിയറിറ്റി ഓർ നോൺ അറബ്സ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ കുത്തുബയിൽ. അതായത് അറബികളും അനറബികളും തമ്മിൽ വ്യത്യാസമില്ല. ആൻഡ് നോൺ അറബ്സ് ഹാവ് നോ സുപ്പീരിയറിറ്റി ഓഫ് അറബ്സ്. ദോസ് വിത്ത് വൈറ്റ് സ്കിൻ ഹാവ് നോ സുപ്പീരിയറിറ്റി ഓവർ ദ പീപ്പിൾ വിത്ത് ബ്ലാക്ക് സ്കിൻ ആൻഡ് ദ സെയിം ഗോസ് ഫോർ അതേഴ്സ്. കറുത്തവർക്ക് വെളുത്തവർക്ക് മേലോ തിരിച്ചോ യാതൊരു സുപ്പീരിയറിറ്റി ഇല്ല. ബട്ട് സുപ്പീരിയറിറ്റി സ്കെയിൽ ഈ സ്കെയിൽ, പക്ഷേ ഈ മേധാവിത്വം സ്കെയിൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ്? ബൈ എമൗണ്ട് ഓഫ് റെസ്പെക്ട് യു ഹാവ് ഫോർ അല്ലാഹ്. പക്ഷേ ഒരു സുപ്പീരിയറിറ്റി ഉണ്ട്, അർത്ഥമല്ലോ നിങ്ങൾക്ക് എത്രമാത്രം അള്ളാഹിനോട് റെസ്പെക്ട് ഉണ്ടോ
അത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് റെസ്പെക്ട് ഉള്ള ആൾക്ക് അയാളായിരിക്കും ഏറ്റവും വലിയ ആൾ. അപ്പൊ ഏറ്റവും നീണ്ട താടിയാണ്, ഏറ്റവും കറുത്ത തഴമ്പാണ്, ഏറ്റവും അതാണ് പറയുന്നത്. അപ്പൊ അത് ചെയ്യാൻ അവിടെ സുപ്പീരിയോറിറ്റി ഉണ്ട്. പക്ഷെ അത് കളറിന്റെ ബേസിലോ അല്ലെന്നുണ്ടെങ്കിൽ അറബി നോൺ അറബി അല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ശുദ്ധ കളവാണ്. കാരണം ഇസ്ലാമിലെ ബേസിക് ആയിട്ടുള്ള ടെനൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വേർഷൻ ഒന്നാമത് വളരെ വീക്കാണ്. ഞാൻ വിചാരിച്ചിരിക്കുന്നു ഇത് കുറച്ചൊരു നന്മ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും അത് വീക്കാക്കാൻ സാധ്യതയുണ്ട്. ഇതും അടുത്ത വെല്ലുവിളി. ഓക്കെ, രവിക്ക് പിടിച്ച അടുത്ത വെല്ലുവിളി, ഇത് വീക്കാണെന്ന് തെളിയിക്കാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം. വളരെ കൃത്യമായി എന്തൊരു കോൺഫിഡൻസിലാണ് നുണ പറയുന്നത് ആലോചിച്ച് നോക്കുക. വളരെ കൃത്യമായി അൽബാനി സ്വഹീഹാക്കി, അതുപോലെ തന്നെ ഒരു ഏകദേശം മുഫസ്സിറുകൾ എല്ലാവരും ഉദ്ധരിച്ചിട്ടുള്ള, എല്ലാവരും സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇയാൾ പിടിച്ചിട്ട് ലൈഫാക്കന്നെ. ഉസൂലുൽ ഹദീസ് ബൈ രവിചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമാണ് ഇറക്കിക്കളി. അപ്പൊ ഒന്നൊന്ന് കാണട്ടെ, നിങ്ങളൊരു അക്കാദമിക് ബ്രില്യൻസ് കാണട്ടെ. പിന്നെ അതിൽ അയാൾ കഷ്ടപ്പെട്ട് കണ്ടെത്തിയൊരു നെഗറ്റീവ് ഉണ്ട്. അതെന്താ, നിങ്ങൾക്ക് പിന്നെ നിറത്തിന്റെ അടിസ്ഥാനത്തിലോ വംശത്തിന്റെ അടിസ്ഥാനത്തിലോ ഒന്നും എന്തില്ല, ഒരു തരത്തിലുള്ള മാഹാത്മ്യവുമില്ല. എന്തിന്റെ അടിസ്ഥാനം ഇല്ല, ബി തക്കുവ, നിങ്ങളുടെ പിന്നെ തക്കുവയുടെ സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിലല്ലാതെ. അപ്പൊ അതിനെ സൂക്ഷ്മത എന്നുള്ള പഠിച്ചോനോടുള്ളത്, അപ്പം നീണ്ട താടി, പിന്നെ എന്താ പറയുക നിസ്കാരത്തായമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് ആക്കിയിട്ട്, അപ്പോൾ എന്തോ സുപ്പീരിയോറിറ്റി ഉണ്ടല്ലോ, ഒരു സമാധാനം അതാണ്. അപ്പൊ ഇപ്പൊ നമ്മളത് പറയാണ്, ഒരാൾ പിന്നെ കറുത്തവനോ വെളുത്തവനോ ആയതുകൊണ്ട് അയാൾ ആരെങ്കിലും ഒരാൾ പിന്നെ നല്ലവനാകുന്നില്ല, അല്ലെങ്കിൽ ഉയർന്ന ജാതിയോ താഴ്ന്ന ജാതിയോ, അല്ലെങ്കിൽ അറബിയോ നോൺ അറബിയോ, അല്ലെങ്കിൽ യൂറോപ്യനോ, അങ്ങനെ അതിലൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ നല്ലവനാണെങ്കിൽ, നിങ്ങൾ മാനവികനാണെങ്കിലാണ് നിങ്ങളുടെ പിന്നെ സ്ഥാനം, അല്ലെങ്കിൽ നിങ്ങൾ ഉന്നതനാകുന്നത് എന്ന് പറഞ്ഞാൽ അത് പറയാം, അപ്പൊ ഉന്നതനാകുന്നുണ്ടല്ലോ, മാനവികനാണെങ്കിൽ ഉന്നതനാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഉന്നതനാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതേപോലെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും നന്മയാണ് സൂക്ഷ്മത, തഖ്വ എന്ന് പറയുന്നത്, സൂക്ഷ്മതയുള്ളവനാവുക. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് റെസ്പെക്റ്റിനേക്കാൾ റൈറ്റസ്നെസ് എന്നോ അല്ലെങ്കിൽ എന്താ പറയാ തഖ്വ എന്നോ സൂക്ഷ്മത എന്നൊക്കെ പറയുമ്പോൾ അത് ആക്യുറേറ്റ് അർത്ഥം. യെസ്. അപ്പം ആ പിന്നെ ഒരു റൈറ്റസ്നെസ് ഉള്ള, ഒരു നന്മയുള്ള, അല്ലെങ്കിൽ ഒരു പിന്നെ പടച്ചവന് കീഴ്പ്പെട്ടുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ നന്മ ചെയ്യുന്ന ആളുകൾ, അവർക്കാണ്, അങ്ങനെ നന്മ ചെയ്യുന്നവർക്കാണ് എന്ത് ഈ സുപ്പീരിയോറിറ്റി. അല്ലാതെ നിങ്ങളുടെ പിന്നെ വർണ്ണം കൊണ്ടോ വംശം കൊണ്ടോ ഒന്നും നിങ്ങൾ സുപ്പീരിയർ ആവില്ല എന്നാണ് ആ ഹദീസിൽ പറയുന്നത്. ഹദീസിൽ മാത്രമല്ല, അത് ഖുർആനായത്തിലും പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങ് എന്ന് പറയുന്നത് ഖത്തർ വേൾഡ് കപ്പ് ഉദ്ഘാടന ചടങ്ങായിരുന്നു. നോർമലി തന്നെ ഖുർആനാണ് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം. ഈ ആയത്തുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ കോട്ട് ചെയ്യാറുണ്ട്. ഖത്തർ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വളരെ എന്താ പറയാ ഖനീം അൽ മുഫ്താഹ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ അവിടെ ഓതിയ ഒരു ആയത്ത് ഇതായിരുന്നു. അവിടെ ഓ മനുഷ്യരെ ഇന്ന ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെല്ലാം ഒറ്റ ആണിന്റെയും ഒറ്റ പെണ്ണിന്റെയും മക്കളാണെന്ന് പറഞ്ഞാൽ എത്രത്തോളം മനോഹരമായ മാനവികതയാണ് പറയുന്നത്. അത് ഒരായത്തിലല്ല കേട്ടോ, ഇഷ്ടംപോലെ ആയത്തുകൾ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ ഒരൊറ്റ പുരുഷന്റെയും ഒറ്റ സ്ത്രീന്റെയും മക്കളാണ്. അഥവാ നിങ്ങൾ ഈ പരസ്പരം കാണിക്കുന്ന വിദ്വേഷത്തിന്റെയും ഇതിനൊന്നും ആവശ്യമില്ല, വൈരത്തിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ പിന്നിലേക്ക് പോയാൽ അവസാനം നിങ്ങളെല്ലാം ഒരൊറ്റ പിതാവിൽ ജോയിൻഡ് ആകുന്ന രീതിയിൽ ഒറ്റ ഫാമിലിയാണ് നിങ്ങൾ. ഇവിടെ പറയുന്നു വജഅൽനാക്കും ശുഉബൻ വ ഖബാഇൽ, നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, ഗോത്രങ്ങളും വർഗ്ഗങ്ങളും ആക്കിയിരിക്കുന്നു. നിങ്ങൾ അറബികളുണ്ട്, അനറബികളുണ്ട്, അതേപോലെ തന്നെ ഏഷ്യൻസ് ഉണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ട്. ആ ഷുഊബും ഖബായിലും നിങ്ങളുള്ളത്, അഥവാ നിങ്ങൾ ഗോത്രങ്ങളും വർഗ്ഗങ്ങളുള്ളത് ലിതഅറഫു, നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ ഒരാളെയും എന്ത് ചെയ്യുന്നില്ല, പടച്ചവന്റെ മുന്നിൽ അത് ഉയരത്തിലേക്ക് എത്തിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ അറബികൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ആ അറബികളിൽപ്പെട്ട അബൂലഹബിനെ പറ്റിയിട്ടാണ് തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ് എന്ന് ഖുർആൻ ആയത്ത് പറഞ്ഞത്. അഥവാ അബൂലഹബ് അറബി ആയതുകൊണ്ടോ ഖുറൈശി ആയതുകൊണ്ടോ, ഈവൻ ഇനി പ്രവാചകന്റെ കുടുംബം, പ്രവാചകന്റെ ഉപ്പയുടെ സഹോദരനായതുകൊണ്ടോ അബൂലഹബ് സ്വർഗത്തിലേക്ക് പോകുന്നില്ല, അബൂലഹബിന്റെ പദവി കൂടുന്നില്ല. ഖുർആൻ നരകത്തിലാണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ആരെ പറ്റിയാ? അറബിയായ പ്രവാചകന്റെ ഉപ്പയുടെ സഹോദരനായ ഖുറൈശിയായ അബൂലഹബിനെ പറ്റിയിട്ടാണ്. അബൂലഹബ് നശിച്ചു പോയിരിക്കുന്നു, അബൂലഹബിന്റെ ഭാര്യയും നരകത്തിലാണെന്ന് വളരെ വ്യക്തമായിട്ട് സൂറത്തുൽ ലഹബിൽ പറയുന്നു. അഥവാ ആ ഗോത്രം കൊണ്ടും ആ വർഗം കൊണ്ടും ആ വ്യക്തിക്ക് ഒരു ഉപകാരം കിട്ടിയിട്ടില്ല. അത് അവന്റെ സ്ഥാനത്തെയോ മൂല്യത്തെയോ കൂട്ടുന്നില്ല. മറിച്ച് കൂട്ടുന്ന എന്താണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിന്റെ അടുത്ത്, ദൈവത്തിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത്, പവിത്രതയുള്ളത് അത്ഖാക്കും, നിങ്ങളിൽ തഖ്വയുള്ള ആളുകൾക്കാണ്, സൂക്ഷ്മതയുള്ള ആളുകൾക്കാണ്. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട്, ഞാനൊരു പ്രവർത്തനം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഇവിടെ ഒറ്റക്കല്ല, ഹുവ മഅക്കും ഐനമാ കുന്തും, നീ ഇവിടെ ഒറ്റക്കല്ല, നിന്റെ ഒപ്പം എങ്ങനെയായിരുന്നാലും ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്, ദൈവത്തിന്റെ അറിവുണ്ട്, കാഴ്ചയുണ്ട്, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കും. അതാണ് സൂക്ഷ്മത.
അതാണ് സൂക്ഷ്മത. ആ സൂക്ഷ്മതയുള്ള ആളെന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റക്കല്ല, എനിക്ക് എന്തും ചെയ്യാൻ പറ്റൂല, എനിക്ക് ആരെയും അവഹേളിക്കാൻ പറ്റൂല, ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ് ഈ ലോകത്ത് കാണുന്നതെല്ലാം, എനിക്ക് അവരോടൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആ ദൈവത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോകും, ആ ദൈവം എന്നോട് ചോദ്യം ചെയ്യും, എനിക്ക് ലഭിച്ച ഉത്തരവാദിത്തങ്ങളെ പറ്റി, എൻ്റെ ഡ്യൂട്ടികളെ പറ്റി ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? വ്യക്തമായ മറുപടി കൊടുക്കേണ്ടി വരും. അവൻ എന്നോട് എല്ലാ എല്ലാ അനുഗ്രഹങ്ങളെ പറ്റിയും ചോദിക്കും, എല്ലാ ഉത്തരവാദിത്തങ്ങളെ പറ്റി ചോദിക്കും, പരീക്ഷണങ്ങളെ പറ്റി ചോദിക്കും. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ അത് ആരോടെങ്കിലും അല്ല ഉത്തരം പറയണത്, എപ്പോഴും എൻ്റെ കൂടെ അറിവും ദൃഷ്ടിയുമുള്ള ആ പടച്ചവനോടാണ് ഉത്തരം പറയേണ്ടത്. സോ ആ ഉത്തരത്തിന് വേണ്ടി ഇവിടെ എന്ത് ചെയ്യണം? ഞാൻ കൃത്യമായി പ്രവർത്തിക്കണം, സൂക്ഷ്മമായി പ്രവർത്തിക്കണം, സൂക്ഷ്മമായി തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം, സൂക്ഷ്മമായി നന്മകൾ ചെയ്യണം. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ആ തഖ്വയുള്ള ആളുകളുണ്ടല്ലോ, അവർക്കാണ് അള്ളാഹുവിൻ്റെ അടുത്ത സ്ഥാനം. അത് അവൻ അറബി ആയിക്കോട്ടെ, അനറബി ആയിക്കോട്ടെ, ഇന്ത്യക്കാരനായിക്കോട്ടെ, ഏഷ്യക്കാരനായിക്കോട്ടെ, യൂറോപ്യനായിക്കോട്ടെ, അമേരിക്കക്കാരനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവൻ്റെ വർഗമോ വർണ്ണമോ ദേശമോ അവിടെ ഒരു പ്രത്യേകതയുള്ളതല്ല. അവൻ്റെ തഖ്വ മാത്രമാണ് പരിഗണനീയം. ഇത് ഹദീസിലുണ്ട്, വ്യക്തമായ സ്വഹീഹായ ഹദീസാണ്. തെളിയിക്കാൻ പറ്റുമെങ്കിൽ രവിക്ക് തെളിയിക്കാം. ഇനി ഇത് വ്യക്തമായി നേരത്തെ പറഞ്ഞ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ ഏറ്റവും മുന്നിലുള്ള ഏറ്റവും ഒതന്റിക്കായ ദൈവവചനങ്ങളായിട്ടുള്ള ഖുർആനിലുമുണ്ട്. ഖുർആനിൽ ഇപ്പോൾ സൂചിപ്പിച്ച ഈ ആയത്ത് ലോകം ഒട്ടുക്ക് ഒരുപാട് തവണ കേട്ട ആയത്താണ്. ഒരു തവണ കൂടി രവിക്ക് വേണ്ടി ഇത് വീക്കായ ആയത്താണെന്ന് പറഞ്ഞ രവി അടുത്ത ലൈവില്. അപ്പൊ ഏതായാലും അത് ഖുർആനിലടക്കമുള്ള ഒരു കാര്യം. അപ്പം വെച്ചാൽ ഇതിപ്പോൾ പിന്നെ ഇതിൽ ഇയാൾ ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ചാൽ ഖുറൈശികൾക്ക് പടച്ചം കുറിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് സൂറത്ത് ഖുറൈശിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഖുറൈശികളെ കുറിച്ച് പറഞ്ഞു. അനുഗ്രഹങ്ങളെ പല ആളുകൾക്കും പല രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ അനുഗ്രഹങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഈ ഭൗതിക ലോകത്ത് സ്ഥാനങ്ങൾ കൊടുത്തു, അതൊന്നും ഈ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധാകുന്നില്ല. അപ്പൊ മൂപ്പർക്ക് എങ്ങനെയെങ്കിലും എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് ഷെയ്ഡിലേക്ക് എടുക്കണം. കഴിവും ബ്രില്യൻസും പോലും വംശങ്ങളും വർഗ്ഗങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവാട്ടോ. അത് ഖുർആൻ പറയുന്നില്ല. അപ്പൊ ഖുർആൻ പറയുന്നത് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഇസ്രായേലർക്ക് കുറച്ചുകൂടി ബ്രില്യൻസ് ഉണ്ട്, നമുക്ക് ആയത്തുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു ചില വിഷയങ്ങൾ ഒരു കഴിവ് കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റും. അതേ കഴിവ് അവർ നെഗറ്റീവായിട്ട് ഉപയോഗിച്ചതാണ് അവരുടെ പ്രശ്നം എന്നും ഖുർആൻ വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ട്. അതുണ്ടാവാം, അത് ഒരിക്കലും അതൊരു പ്രശ്നമാണോ? അത് തുല്യതക്കോ അല്ലെങ്കിൽ അത് മൂല്യങ്ങളിലെ വ്യത്യാസത്തിനോ കാരണമാവോ? ഇപ്പോൾ നമ്മൾ പല പഠനങ്ങളും പരിശോധിക്കുന്ന സമയത്ത് എല്ലാ നാട്ടിലെ ആളുകളും ഒരേപോലെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചില പ്രത്യേക നാട്ടിൽ നിന്ന് ഒരുപാട് പ്രൊഡക്റ്റുകളും ഒരുപാട് കണ്ടെത്തലുകളും വരുന്നത്. നോർമലി ഉള്ള സാഹചര്യങ്ങളുടെ വ്യത്യാസങ്ങളും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും ഒക്കെ ഉണ്ട് കേട്ടോ. സാധനങ്ങളുടെ അവൈലബിലിറ്റി ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അത് മാത്രമല്ല, സ്ട്രെങ്ത്തിലും ബ്രില്യൻസിലും ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് IT പ്രൊഫഷണൽസ് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വരുന്നു. വേറെ സ്ഥലങ്ങളെക്കാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് എന്തുണ്ട്, ആ വിഷയത്തിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക, കഴിവ് സ്കില്ലുണ്ടെന്നാണ് അർത്ഥം. ആ വ്യത്യാസങ്ങൾ ഒരിക്കലും മനുഷ്യന്മാരുടെ മൂല്യത്തെ മാറ്റുന്നില്ല. അപ്പോൾ അവരെ സുപ്പീരിയർ ആക്കുന്നില്ല. സുപ്പീരിയർ എന്ന് പറയുമ്പോൾ ആത്യന്തികമായിട്ട് പടച്ചവൻ്റെ മുമ്പിലാണ്. കാരണം അത് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൻ്റെ ഒരു മനോഹാരിതയാണ്. നിങ്ങൾ ഈ വേൾഡിൽ എന്തൊക്കെ ചെയ്താലും നിങ്ങളത് സുപ്പീരിയറോ അല്ലെങ്കിൽ ഇൻഫീരിയറോ ആയിട്ട് നിങ്ങളെ മാറ്റൂല. നിങ്ങളുടെ സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി അളക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമാണ്. ദൈവത്തിന് മുമ്പിൽ നിങ്ങൾക്ക് വാല്യൂ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ദൈവത്തിന് മുമ്പിൽ വാല്യൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നഷ്ടമാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ദൈവത്തിൻ്റെ ഇടയ്ക്ക് മൂല്യം ലഭിക്കാനുള്ള നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾ പരാജിതരായി പോയാലും നിങ്ങൾക്ക് പ്രശ്നമല്ല. ആ മൂല്യം നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നവരാണ്. അപ്പം ആ മൂല്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തഖ്വയാണ്, സൂക്ഷ്മതയാണ്, നന്മ ചെയ്യലാണ്. ആ പ്രവർത്തനം മറ്റേതൊക്കെ കഴിവുള്ള ആളുകൾക്കും ഏതൊക്കെ കഴിവില്ലാത്ത ആൾക്കാർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ആ തരത്തിൽ ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഈക്വലാണ്. ആ സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി ഒരിക്കലും വംശമോ വർഗമോ കഴിവുകളോ പോലും ബുദ്ധിയോ പോലും തീരുമാനിക്കുന്നതല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രവി കണ്ട ഹജ്ജത്തുൽ വിദാഇൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു ആത്മാർത്ഥമായി അല്ലെങ്കിൽ നിഷ്പക്ഷമായി കേട്ട ആർക്കും മനസ്സിലാവും എങ്ങനെയാണ് ഇയാൾ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള ജസ്റ്റ് അത് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ട് മൂപ്പര് ഓരോ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യും, മൂപ്പർക്ക് തോന്നുന്നത് കാര്യങ്ങൾ ഇത്രത്തോളം റെസ്പോൺസിബിൾ ആയിട്ട് ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ആളെ കണ്ടിട്ടില്ലടോ. കാരണം അങ്ങ് പറയാൻ വീക്കാണെന്ന്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഒരു സാധനം ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ ചെക്ക് ചെയ്യാതെ എങ്ങനെ പറയാൻ പറ്റുക? അത്രയും മനുഷ്യന്മാർക്കിടയിൽ ഒരു ചെക്ക് ചെയ്തിട്ട് അബദ്ധങ്ങൾ പറ്റുക സ്വാഭാവികമാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഒരു ചെക്കിങ്ങും ഇല്ലാതെ അടിച്ചു വിടുക. അതായത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് നോട്ടാണ് മുസ്ലിങ്ങളെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ലൈഫാണ്, ലൈഫ് ആയിരിക്കുന്നു പോലുമല്ല, ലൈഫാണ് ആധികാരികമായിട്ട് പറയാൻ. ഇത് കേൾക്കുന്ന ഒരാൾക്ക് തോന്നിപ്പോ ഇത് ശരിക്കും ലൈഫാണോ. കാരണം അത് അത്രയും പ്രിപ്പയർ ചെയ്ത പോലെ സംസാരം, ഇദ്ദേഹത്തിന്റെ പോലെ റഫർ ചെയ്യാത്ത കാര്യം റഫർ ചെയ്തതുപോലെയും കോൺഫിഡൻസ് ഇല്ലാത്ത വിഷയം കോൺഫിഡൻസ് ഉള്ളതുപോലെയും അവതരിപ്പിക്കാൻ പറ്റുന്ന വേറെ ആളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതിലുള്ള ഒരു അവഗാഹമുണ്ട്. അപ്പൊ ഏതായാലും ഇതാണ് രവി കണ്ട അറഫ പ്രസംഗം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആളുകൾ വിലയിരുത്തട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഇസ്ലാമിന് നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം എല്ലാവരും ഒന്ന് അറഫ പ്രസംഗം ഒന്ന് റെഫർ ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്.
ലോകത്തിൻ്റെ പ്രവാചകൻ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ലോകത്തോട് പറഞ്ഞ കുറച്ച് മൂല്യങ്ങളാണത്. അത് രവിയുടെ ഇത്തരത്തിലുള്ള കോമഡി ഷോകൾ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ലോകത്തിൻ്റെ പ്രവാചകൻ പിന്നെ ഒരു വിടവാങ്ങലിന് നടത്തുന്ന ഒരു ഗാംഭീര്യം അതിനുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. സ്ത്രീകളുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ വിമൺ റൈറ്റ്സ് ഇഷ്യൂസ് വന്നത് വെറും 1800-കൾക്ക് ശേഷം 900-ന് ശേഷം മാത്രമാണ് ലോകത്ത് പ്രധാനമായിട്ട്. അതിനു മുമ്പ് യൂറോപ്പിൽ പോലും വോട്ടവകാശമില്ലാത്ത, ഡിവോഴ്സിന് അവകാശമില്ലാത്ത, പാരമ്പര്യ സ്വത്തിൽ അവകാശമില്ലാത്ത സ്ത്രീകളായിരുന്നു യൂറോപ്പിൽ പോലും ഉണ്ടായിരുന്നു. ഇന്ന് ആ അവകാശത്തെ പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന യൂറോപ്പിൽ പോലും. വിമൺ റൈറ്റ് ഇഷ്യൂസ് ഇന്നാണ് വന്നത് ലോകത്ത്. അന്ന് പ്രവാചകൻ വ്യക്തമായിട്ട് പറയുന്നു, സ്ത്രീകൾ അമാനത്താണ്, ഉത്തരവാദിത്വം. മാത്രമല്ല നിങ്ങൾക്ക് അങ്ങോട്ട് അവകാശങ്ങളുള്ളതുപോലെ അവർക്ക് ഇങ്ങോട്ടും അവകാശങ്ങളുണ്ട്. പ്രത്യേകം അവരുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം പറയാനുള്ള കാരണം എന്താ? ആ വിഷയത്തിൽ സൂക്ഷ്മതക്കുറവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പുരുഷന്മാരുടെ ഭാഗത്തും സൂക്ഷ്മതക്കുറവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ലോകത്ത് അവസാനമായിട്ട് കുറച്ച് വിഷയങ്ങൾ മാത്രം ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലും 1500 വർഷങ്ങൾക്ക് മുമ്പ് വിമൺ റൈറ്റ് ഇഷ്യൂസ് ഒരു ഇഷ്യൂസ് ആയിട്ട് റേസ് ചെയ്യപ്പെടാത്ത, സ്ത്രീകൾ വലിയ രീതിയിൽ പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെടുകയും അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും ചെയ്യുന്ന ആ കാലത്തുണ്ടല്ലോ, ആ കാലത്ത് പോലും ഈ ലോകം ഇനി കാലാകാലം വായിക്കേണ്ട ഒരു വളരെ കുറച്ച് വിഷയങ്ങൾ ലിസ്റ്റ് ഇടുമ്പോൾ പ്രവാചകൻ പ്രത്യേകം പറഞ്ഞത് സ്ത്രീകൾ. അത് മാത്രം എടുക്കാം, ഒരുപാട് ആഴത്തിൽ പറയാനുള്ള ബാക്കിയുള്ള വിഷയങ്ങൾ കൂടി എടുക്കാം. ഫോർ എക്സാമ്പിൾ റേസിസം, ഈ പറഞ്ഞതുപോലെ ഒരാൾക്കും നിറത്തിന്റെ പേരിലോ വംശത്തിന്റെ പേരിലോ ഒരു പിന്നെ ഉന്നതനാവുക അധമനാവുകയില്ല. ജാതീയത, റേസിസം എന്നുള്ളതൊക്കെ ഇന്നും നമ്മുടെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ആ റേസിസത്തെ കുറിച്ച് വളരെ തീവ്രമാണ്. അതേപോലെ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളതാണ് കൂട്ടക്കൊലകളും കൊലപാതകങ്ങളും. അവിടെയാണ് രക്തത്തിന്റെ പവിത്രതയെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ രക്തം പവിത്രമാണ്, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ പവിത്രത പോലെ പവിത്രമാണ് എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ അങ്ങനെ കൂട്ടക്കൊലകൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ റേസിസം, സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, കടം വാങ്ങുക കൊടുക്കാതിരിക്കുക, അതേപോലെ തന്നെ പലിശ, ഇങ്ങനെയുള്ള എല്ലാവിധ നമ്മൾ ഇന്ന് ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുള്ളത്. പ്രസംഗം വായിക്കുമ്പോൾ ഒരു കാര്യം പോലും ഇന്ന് ഇറലവന്റ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ അതല്ലേ ദിവ്യത്വം? അത് ദൈവികമായ കൽപ്പനകളാൽ പറഞ്ഞ വാക്കുകളാണെന്നുള്ളതിന് വേറെന്ത് തെളിവാണ് വേണ്ടത്? ആ പറഞ്ഞ ഓരോ വേർഡ്സും ഇന്നും റെലവൻ്റ് ആണ്, ഇന്നും പ്രസക്തമായ, ഇന്നും ശ്രദ്ധിക്കേണ്ട, ഇന്നും ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു ലോക നേതാവിന് പറയാൻ പറ്റുന്ന വാക്കുകളാണ്. ലിറ്ററലി ആ തരത്തിൽ ഇന്നത്തെ ഭാഷയിൽ അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കോപ്പി ചെയ്തതുപോലെ തോന്നാത്ത, ഇന്ന് വളരെ പ്രസക്തമായ ചില വിഷയങ്ങൾ രവി ഈ ഇതിന്റെ ആധികാരികതയെ കുറിച്ച് രവി പറയണ്ടല്ലോ. ഇപ്പൊ ഇത് ഖുറാനിലൊന്നും ഇല്ല, സീറയിലില്ല, ഹദീസിലേ ഉള്ളൂ. അത് പറയുന്നത് വെച്ചാൽ രവിക്ക് പോലും വായിക്കുമ്പോൾ തോന്നുകയാണ് ഇത് പുതിയ എന്തോ സാധനമാണ്, പുതിയ എന്തോ അത്രയും പ്രസക്തമാണെന്ന് രവിക്ക് പോലും തോന്നുന്ന ഒരു പ്രസംഗമാണത്. കാരണം മാത്രമല്ല ഇത് പ്രസംഗിക്കുക മാത്രമല്ല കേട്ടോ, ഇതിന് ആ സമയത്ത് കാണിച്ച മാതൃകയും കൂടി. പലിശ നിരോധിച്ചപ്പോൾ റസൂൽ നിങ്ങളെല്ലാവരും പലിശ ഒഴിവാക്കണം കേട്ടോ എന്നല്ല പറഞ്ഞ് അവസാനിപ്പിക്കല്ല, എൻ്റെ പിതൃവ്യൻ അബ്ബാസിന്റെ പലിശ ഞാനിതാ റദ്ദാക്കിയിരിക്കുന്നു എന്നുവെച്ചാൽ ഞാനുമായി അടുത്ത് നിൽക്കുന്നതാണ് ഞാൻ പ്രാക്ടിക്കലി കാണിച്ചു കൊടുക്കണം. അവിടെ വെച്ച് ആ പ്രസംഗിക്കുന്ന സമയത്ത് അത് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ അതായത് ഏറ്റവും മികച്ച മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത് പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇതുപോലെ ഒന്ന്, അത് രവിക്ക് പോലും സംശയം തോന്നുന്ന രൂപത്തിൽ ഇതിങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുണ്ടോ എന്ന് രവിക്ക് പോലും തോന്നാൻ പറ്റുന്ന രൂപത്തിലൊരു പ്രഭാഷണം, അത് നിങ്ങളെല്ലാവരും ഇപ്പൊ തന്നെ അർഫ പ്രസംഗം, അല്ലെങ്കിൽ വേറെ ഭാഷ പറഞ്ഞാൽ അർഫ പ്രസംഗത്തിൽ ഒരുപാട് കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് ഇന്നും എസൻസിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ആലോചിക്കണം കേട്ടോ, ഇന്ന് പുരോഗമനവും അതേപോലെ തന്നെ മതങ്ങൾക്കൊക്കെ എതിരൊക്കെ നടക്കുന്ന എസൻസ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് പറയുന്ന കാര്യം പോലും 1500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജത്തുൽ വിദായിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ എസൻസ് പറഞ്ഞ നല്ല കാര്യം. എസൻസിന്റെ മുദ്രാവാക്യം ആവാന്ന് പറയുന്നത് ഒരു ചില വിഷയങ്ങളിൽ വളരെ നെഗറ്റീവ് ആണ്. അപ്പൊ എനിവേ, അപ്പോൾ നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ എല്ലാവരും ജസ്റ്റ് യൂട്യൂബിൽ അറഫ പ്രസംഗം മലയാളം എന്ന് സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ ഇപ്പം ഗൂഗിളിലാണെന്നുണ്ടെങ്കിൽ വായിക്കാനാണെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്താൽ മതി. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതൊന്ന് കേൾക്കണം എന്നുള്ളതാണ് അതിൽ പ്രത്യേകം പറയാനുള്ളത്. ഹജ്ജത്തുൽ വിദാ, അറഫ പ്രസംഗം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കീവേഡ്സ് ഉപയോഗിച്ചാൽ ആർക്കും കേൾക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക, ഇത് ലോകത്തിന്റെ പ്രവാചകൻ ലോകത്തോട് വിട് പറയുമ്പോൾ പറയേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും അർഫ പ്രസംഗം നടക്കുന്നുണ്ട്. ആ അർഫ പ്രസംഗങ്ങളുടെ പരിഭാഷയോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അർഫ പ്രസംഗങ്ങളോ അല്ല കേൾക്കേണ്ടത്, പ്രവാചകന്റെ അർഫ പ്രസംഗമാണ്. അതുകൂടി ശ്രദ്ധിക്കുക. അത് മലയാളത്തിലടക്കം അതിന്റെ പരിഭാഷകൾ ഒരുപാട് ലഭ്യമാണ്, അതൊന്ന് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്ന കുറേ ഇമേജസ് ഉണ്ടല്ലോ, അതിന് അനുകൂലമായ രൂപത്തിലാണോ ഈ സംസാരം എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ മതി. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരു നിമിത്തമായി രവിയുടെ അറഫ പ്രസംഗം മാറട്ടെ എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.